ത്യാഗം 2025 പൊതുസമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി BCC നിത്യസഹായ മാതാ ലീഡർ ശ്രീമതി റിജി ജോർജിനെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിച്ചിരിക്കുന്ന എത്രയും സ്നേഹ ബഹുമാനമുള്ള ബെനഡിക്ട് സാർ, ഇന്നത്തെ ഈ യോഗ നടപടികൾ ഉദ്ഘാടനം ചെയ്യുന്നതിലേക്കായി ഇവിടെ സന്നിഹിതനായിരിക്കുന്ന എത്രയും സ്നേഹ ബഹുമാനമുള്ള നമ്മുടെ ഇടവക വികാരി റൈറ്റ് റെവറൻഡ് ഡോക്ടർ മോൺസിഞ്ഞോർ വിൻസെന്റ് പീറ്റർച്ച, സഹവികാരി എത്രയും സ്നേഹമുള്ള അരുൺ പി ജിത്തച്ച, എത്രയും ബഹുമാനപ്പെട്ട ഉപദേശി ശ്രീ ഗോപി അവർകൾ, വേദിയിലായിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ഇവാഞ്ചലിയം 2K25 പരിസമാപ്തിയിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. വളരെയധികം സന്തോഷം നിറഞ്ഞ 3 ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുക. ത്യാഗം 2025 എന്ന പേരിൽ അതിന്റെ പരിസമാപ്തി കുറിക്കുമ്പോൾ BCC യൂണിറ്റുകളുടെ ഒരു വർഷത്തെ അവലോകനവും വിവിധ ഭക്ത സംഘടനകളുടെ റിപ്പോർട്ട് അവതരണവും ആണ് നാം ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുക. ആദ്യമേ തന്നെ ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊള്ളട്ടെ. ക്രിസ്തു കേന്ദ്രീകൃത സഭ ലക്ഷ്യം വയ്ക്കുക കൂട്ടായ്മയിൽ അധിഷ്ഠിതമായ വിശ്വാസ വളർച്ചയാണ്. ഇതിലേക്ക് നമ്മെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് BCC യൂണിറ്റുകളും ഇടവക പ്രവർത്തനവും നമ്മുടെ കുടുംബവും ഒക്കെ. പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന സന്ദേശവുമായി ജൂബിലി വർഷത്തിൽ നാം യാത്ര മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതം ക്രിസ്തുവുമായും സഭയുമായും ആഴപ്പെട്ട് വിശ്വാസ വളർച്ചയിൽ രൂപീകൃതമാവേണ്ടത് അത്യാവശ്യമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അവൻ പ്രാപ്തമാകുമ്പോഴാണ് ഒരു നല്ല മനുഷ്യനായിട്ട് തീരുക. തീർച്ചയായിട്ടും പ്രത്യാശയുള്ളവരായി തീരുമ്പോൾ പ്രതീക്ഷയുള്ളവരായിട്ട് ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. ഇതിലേക്ക് നമ്മെ സഹായിക്കുക BCC യൂണിറ്റിലെ പ്രവർത്തനങ്ങളാണ്. സ്നേഹത്തിൽ വളരുവാനും വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും നമ്മെ പ്രാപ്തരാക്കുക ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസ് BCCകളാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വിദ്യാഭ്യാസം പകർന്നു നൽകുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വിശ്വാസ പരിശീലനം നൽകേണ്ടത് അത്യാവശ്യമാണ്. BCC യൂണിറ്റിലെ സജീവ പങ്കാളിത്തം തീർച്ചയായിട്ടും നമ്മെ അതിന് സഹായിക്കുക തന്നെ ചെയ്യും. ത്യാഗം എന്ന പേര് അത് ഓർക്കുമ്പോൾ മനസ്സിൽ ഓർമ്മ വരിക, ത്യാഗത്തിന്റെ ഏറ്റവും വലിയ ഉദാത്ത മാതൃകയായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ക്രിസ്തുനാഥനാണ്. ജീവനേകി മരണത്തെക്കാളും വലിയ വേദന സഹിച്ചുകൊണ്ട് നമ്മെ സ്നേഹിച്ച എന്നും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയ്ക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ യോഗ നടപടികളിലേക്ക് കിടക്കാം. ഈ യോഗത്തില് ഇവിടെ ആയിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് സ്വാഗതം അർപ്പിക്കുക എന്നതാണ് എന്റെ കർത്തവ്യം. ആദ്യമായിട്ട് സ്വാഗതം അർപ്പിക്കേണ്ടത് ഇന്ന് ഈ വേദിയിൽ
അധ്യക്ഷപദം അലങ്കരിച്ചിരിക്കുന്ന എത്രയും സ്നേഹ ബഹുമാനമുള്ള BCC കോർഡിനേറ്റർ ശ്രീ ബെനഡിക്ട് സാർ അവർക്കാണ്. അദ്ദേഹം സജീവ പങ്കാളിത്തം എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുക. അതിനുവേണ്ടി BCC ലീഡേഴ്സിലൂടെ യൂണിറ്റിലെ എല്ലാ ഭാരവാഹികളെയും ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് വിവിധ പ്ലാനുകൾ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്ത് അക്ഷീണമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ദൈവത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ടത് നമുക്ക് ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കുന്നതിനായിട്ട് സന്നിഹിതനായിരിക്കുന്ന എത്രയും പ്രിയപ്പെട്ട സ്നേഹ ബഹുമാനമുള്ള നമ്മുടെ ഇടവക വികാരി മോൺസിനർ വിൻസെന്റ് KP ട്രസ്റ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ അച്ഛൻ രൂപതയുടെ വികാരി ജനറൽ ആണ്, ലോ കോളേജിന്റെ കൺവീനർ ആണ്, കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിന്റെ റെക്ടറാണ്. അതിലൊക്കെ ഉപരി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹമുള്ള വികാരിയാണ്. അച്ഛൻ പ്രവർത്തിക്കുന്ന മേഖലകളിലെല്ലാം തന്നെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നത് അച്ഛന്റെ 100% ആത്മാർത്ഥതയും അർപ്പണ മനോഭാവവും പ്രവർത്തന തീക്ഷ്ണതയുമാണ്. പ്രിയപ്പെട്ട അച്ഛന്റെ മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ ദൈവിക അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പിതാവിന്റെ സ്നേഹവാത്സല്യങ്ങളോടുകൂടെ ഞങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് താങ്ങും തണലും കരുതലുമായി എന്നും ഞങ്ങളോടുകൂടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കേണ്ടത് ഏറ്റവും പ്രിയപ്പെട്ട സഹവികാരി അരുൾ പി അച്ഛനാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ കടന്നു വന്ന് എപ്പോഴും നമ്മുടെ കൂടെ ആയിരുന്ന ഒരു സുഹൃത്തിനെ പോലെ ഏറ്റവും എളിമയുടെ പ്രതീകമായിരുന്നുകൊണ്ട് സ്നേഹത്തോടുകൂടെ നമ്മോട് സംസാരിക്കുകയും നമ്മുടെ എല്ലാ വിഷമങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ഒക്കെ നമ്മോട് കൂടെ ആയിരുന്നുകൊണ്ട് ഞങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കും വിശ്വാസ വളർച്ചയ്ക്കും സഹായിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട അച്ഛനെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് ഏറ്റവും പ്രിയപ്പെട്ട ഉപദേശിക്കാണ്. നമുക്കെല്ലാം അറിയാം, ചെറിയ വീഴ്ചയുണ്ടായപ്പോഴും അതൊന്നും പരിഗണിക്കാതെ ഇടവകയുടെ പ്രവർത്തനങ്ങൾക്കും BCCയിലും ഒക്കെ വളരെയധികം തീക്ഷ്ണമായി അദ്ദേഹത്തെ പ്രവർത്തിക്കാൻ സഹായിച്ചത് ദൈവത്തിലുള്ള വിശ്വാസം തന്നെയാണ്. എല്ലായ്പ്പോഴും BCCകളിൽ കടന്നു വന്ന് വചനം പ്രഘോഷിക്കുന്നതിന്റെയും വചനത്തിൽ എങ്ങനെ ജീവിക്കണം, വചനാധിഷ്ഠിത ജീവിതം എങ്ങനെ നയിക്കുന്നതിനെ കുറിച്ചുമൊക്കെ അദ്ദേഹം എപ്പോഴും വാചാലനാണ്. ഇനിയും അങ്ങയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ യേശുനാഥൻ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് പ്രിയപ്പെട്ട ഉപദേശിയെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കേണ്ടത് ആശംസകൾ നൽകാൻ കടന്നു വന്നിരിക്കുന്ന കുടുംബ പ്രേക്ഷിതത്വ സെക്രട്ടറി ശ്രീമതി നിർമ്മല അവർക്കാണ്. അവരെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു നല്ല ആശംസാ പ്രസംഗം നൽകുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന സാമൂഹിക ശുശ്രൂഷ പ്രതിനിധി ശ്രീമതി സെലിൻ ശശിയെ ഏറ്റവും ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നല്ല സന്ദേശം നൽകി ഈ വേദി അനുഗ്രഹീതമാക്കുവാൻ വേണ്ടി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ശ്രീമതി ശ്രീജ ആത്മായ ശുശ്രൂഷ സെക്രട്ടറിയെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. KFCWയെ പ്രതിനിധീകരിച്ച് നമ്മുടെ കൂടെ ആയിരിക്കുന്ന ശ്രീ ഡേവിഡ് അവർകളെ സ്വാഗതം ചെയ്യുന്നു. മരിയ സൈന്യത്തെ പ്രതിനിധീകരിച്ച് ഇവിടെ ആയിരിക്കുന്ന അൽഫോൺസെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെന്റ് ജൂഡ് BCCയെ പ്രതിനിധീകരിച്ച് നമുക്കൊരു സന്ദേശം നൽകുന്നതിലേക്കായി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ശ്രീ സിജിൻ ഫെലിക്സിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ്. എല്ലാവരെയും ഈ വേദിയിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം. അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കേണ്ടത് ശ്രീ അഡ്വക്കേറ്റ് രാജ് സാറിനാണ്. ഭക്ത സംഘടനകളെ പ്രതിനിധീകരിച്ച് ഇവിടെ നമുക്കൊരു സന്ദേശം നൽകുന്നതിനായി കടന്നു വന്നിരിക്കുന്ന സാറിനെ ഏറ്റവും ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ത്യാഗം 2025 ഈ വേദിയിലായിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെയും കുഞ്ഞുമക്കളെയും ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ത്യാഗം 2025 അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനായി അധ്യക്ഷനായ ശ്രീ ബെനഡിക്ട് സാറിനെ ക്ഷണിക്കുന്നു.
നാം ചെയ്യുന്ന പ്രവർത്തികൾ മറ്റുള്ളവരുടെ മുന്നിൽ എത്തുന്നു എന്നതിന്റെ തെളിവുകളാണ് റിപ്പോർട്ടുകൾ. ഇവാഞ്ചലിയം 2K25 സമാപന ദിവസമായ ഇന്ന് റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുക എന്നതാണ് അടുത്ത കാര്യപരിപാടി. ആദ്യമായി BCC കോർഡിനേറ്ററായ ശ്രീ ബെനഡിക്ട് സാറിനെ ക്ഷണിക്കുന്നു. BCC റിപ്പോർട്ട്. ആലപ്പാറ വിശുദ്ധ കുരിശിന്റെ ദേവാലയത്തിലെ 2025-27 വർഷത്തേക്കുള്ള BCC ഭാരവാഹികളുടെ യോഗം 8/12/2024 പാരിഷ് ദേവാലയത്തിൽ വെച്ചുകൂടി. ഇടവക വികാരി റവറന്റ് ഡോക്ടർ മോൺസിഞ്ഞർ വിൻസൻ കെ പീറ്റർ അധ്യക്ഷനായി നിയന്ത്രിച്ചിരുന്ന യോഗത്തിൽ സഹവികാരി അരുൺ പി ദിത്തച്ഛനും സന്നിഹിതനായിരുന്നു. പ്രസ്തുത യോഗത്തിൽ റിസോഴ്സ് ആനിമേറ്ററായ ബെനഡിക്റ്റിന്റെ ക്ലാസിന് ശേഷം ശുശ്രൂഷ പ്രതിനിധികളെ തെരഞ്ഞെടുത്തു. BCC കോർഡിനേറ്ററായി ബെനഡിക്റ്റിനെയും അധപാന ശുശ്രൂഷ സമിതി സെക്രട്ടറി ശ്രീ സജികുമാർ പി, വിദ്യാഭ്യാസ ശുശ്രൂഷ സമിതി സെക്രട്ടറി ശ്രീമതി ഷീല TH, സാമൂഹിക ശുശ്രൂഷ സമിതി സെക്രട്ടറി ശ്രീമതി സെലിൻ ശശി, കുടുംബ പ്രേക്ഷിത ശുശ്രൂഷ സെക്രട്ടറി ശ്രീ രാജു പി, അൽമായ ശുശ്രൂഷ സെക്രട്ടറി ശ്രീമതി ശ്രീജ കെ, യുവജന ശുശ്രൂഷ പ്രസിഡന്റ് ശ്രീ അശ്വിൻ രാജ് എന്നിവരെ തെരഞ്ഞെടുത്തു. 160 പേർ പങ്കെടുക്കേണ്ട യോഗത്തിൽ 133 പേർ പങ്കെടുത്തു. 12/1/2025 ബഹുമാനപ്പെട്ട വികാരിയച്ഛന്റെ അധ്യക്ഷതയിൽ കൂടിയ BCC ജനറൽ ബോഡി യോഗത്തിൽ 122 ഭാരവാഹികൾ പങ്കെടുത്തു. പ്രസ്തുത യോഗത്തിൽ മോൺസിഞ്ഞർ വിൻസൻ കെ പീറ്റർ യേശുവിന്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ചും നമ്മുടെ ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ക്ലാസ് എടുത്തു. 2/2/2025 ഉണ്ടങ്കോട് സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ വെച്ച് നടന്ന BCC സംഗമത്തിൽ ആലപ്പാറ ഇടവകയിൽ നിന്നും 107 ഭാരവാഹികൾ പങ്കെടുത്തു. രൂപത ബൈബിൾ കൺവെൻഷന് 13,335 രൂപ BCC മുഖാന്തരം പിരിച്ചു നൽകി. രൂപതയുടെ കമ്പാഷൻ ഫണ്ടിലേക്ക് 14,600 രൂപ നൽകി. 2025-26 വർഷത്തെ ഇടവക പ്ലാനിംഗ് ചർച്ച ചെയ്ത് തീരുമാനിച്ചു. ജൂബിലി വർഷത്തെ അടിസ്ഥാന വിഷയമായ പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നതായിരുന്നു പ്ലാനിങ്ങിന്റെ അടിസ്ഥാന വിഷയം. 113 ഭാരവാഹികൾ ഈ യോഗത്തിൽ പങ്കെടുത്തു. ഇടവകയിലെ 20 BCC യൂണിറ്റുകളിലും ഭാരവാഹികൾ സന്ദർശനം നടത്തി. BCC യൂണിറ്റുകൾ സജീവമാക്കുവാൻ തുറക്കപ്പെടട്ടെ എന്ന് അർത്ഥം വരുന്ന യഥാർത്ഥ റിസോഴ്സ് ടീം പ്രവർത്തിക്കുന്നു. BCC, KCM തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഹോസാന നേർ വന്ന ശമ്പളമാക്കി. ദുഃഖവെള്ളി, കുരിശിന്റെ വഴി 5-ാം സ്ഥാനം മുതൽ 14-ാം സ്ഥാനം വരെയുള്ള ഭാഗങ്ങൾ BCC ഭാരവാഹികൾ നന്നായി പ്രതികരിച്ചു. പെസഹ, വേളം, ദുഃഖവെള്ളി എന്നീ ദിനങ്ങളിൽ BCC യൂണിറ്റുകൾ ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് സജീവമായ നേതൃത്വം നൽകി. VFF ഒരു ആഘോഷമാക്കാൻ BCCകൾ എല്ലാം സഹായിച്ചു. ഏകദേശം 60,000 രൂപയോളം 20 BCC യൂണിറ്റുകളിലായിട്ട് ചെലവാക്കിയിട്ടുണ്ട്. 2024 BCC പ്രവർത്തനങ്ങളിൽ സെന്റ് തോമസ് ആനപ്പാറ യൂണിറ്റ് ഇടവക തലത്തിൽ 1-ാം സ്ഥാനവും കാട്ടാക്കട റീജിയണൽ തലത്തിൽ 2-ാം സ്ഥാനവും ലഭിച്ചു. മാനുഷിക വിഭവങ്ങൾ കൊണ്ട് സമ്പന്നവും കാര്യശേഷിയുള്ള വിശ്വാസ സമൂഹവും പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കുവാനുള്ള പ്രകൃതവും ആനപ്പാറ ഇടവകയുടെ മുതൽക്കൂട്ടാണ്. മുന്നൊരുക്കമില്ലാതെ BCC ഭാരവാഹികൾ യോഗങ്ങൾ നടത്തുന്നതും പരസ്പരമുള്ള പിണക്കങ്ങളും നിഷ്പക്ഷമായി പലപ്പോഴും ചിന്തിക്കാൻ വിമുഖത കാണിക്കുന്നതും സമ്പൂർണ്ണ പങ്കാളിത്തമുള്ള BCC എന്ന ലക്ഷ്യത്തിന് വലിയ തടസ്സങ്ങളാണ് സൃഷ്ടിക്കുന്നത്. BCC ഭാരവാഹികളുടെ ഭവന സന്ദർശനവും യഥാർത്ഥ ടീമിന്റെ പ്രവർത്തനങ്ങളും വികാരിയച്ഛന്റെ പിന്തുണയും 2025-26 വർഷത്തെ കർമ്മ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടും ഈ പ്രതിസന്ധിയെ നമുക്ക് തരണം ചെയ്യാനാകുമെന്ന് പ്രത്യാശിക്കുന്നു. ഇതുവരെ വഴി നടത്തിയ ദൈവത്തിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ടും വികാരിയച്ഛനും സഹവികാരിക്കും നന്ദി അർപ്പിച്ചുകൊണ്ടും ഇടവക ജനങ്ങൾ മുഴുവനും നന്ദിയോട് ഓർത്തുകൊണ്ടും മുൻ ഭാരവാഹികളെ സ്മരിച്ചുകൊണ്ടും ഈ റിപ്പോർട്ട് നിങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. താങ്ക് യു സർ. അടുത്തതായി കുടുംബ പ്രേക്ഷിത സെക്രട്ടറി ശ്രീമതി നിർമ്മലയെ ക്ഷണിക്കുന്നു.
25 ജനുവരി മുതൽ മെയ് വരെയുള്ള കുടുംബ പ്രേക്ഷക ശുശ്രൂഷ സമിതി റിപ്പോർട്ട്. ഇടവക സമൂഹം ഒന്നായി സഞ്ചരിക്കുവാൻ അത്യന്താപേക്ഷിതമായ ഒന്നാണ് കുടുംബം. കുടുംബത്തിലെ പരസ്പര കൂട്ടായ്മയും ഐക്യവും സഹകരണവും നമ്മുടെ ക്രിസ്തീയ വിശ്വാസ ജീവിതം വളരുവാനും സംരക്ഷിക്കുവാനും സഹായിക്കുന്നു. ഈ ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന ശുശ്രൂഷ സമിതിയാണ് കുടുംബ പ്രേക്ഷക ശുശ്രൂഷ സമിതി. മുന്നൊരുക്ക ക്ലാസ്. രൂപതയുടെ ടീനേജ് കോഴ്സിലേക്ക് കുട്ടികളെ പങ്കെടുപ്പിക്കുന്നതിനായി ഓരോ യൂണിറ്റുകളിൽ നിന്നും കുട്ടികളുടെ പേര് വിവരങ്ങൾ ശേഖരിക്കുകയും അവരെ പങ്കെടുപ്പിക്കണമെന്ന് കുടുംബ പ്രേക്ഷക അംഗങ്ങളെ അറിയിക്കുകയും അതനുസരിച്ച് പങ്കെടുപ്പിക്കുകയും ചെയ്തു. വിശ്വാസ വെളിച്ചം. ഇടവകയിലെ നവദമ്പതികളെ ഞായറാഴ്ച ദിവ്യപെരുമത്തെ ക്ഷണിക്കുകയും അവരെ ഇടവക കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ആശംസകൾ അർപ്പിച്ച് ബൈബിളും ജപമാലയും നൽകുന്നു. ഇത് അവരുടെ കുടുംബജീവിതത്തിൽ ബൈബിൾ വായന, ജപമാല പ്രാർത്ഥന എന്നിവയുടെ ബോധ്യം നൽകുന്നു. ഈ പ്രവർത്തനത്തിനായി 10 ബൈബിൾ, ജപമാല എന്നിവ ഇടവകയെ ഏൽപ്പിച്ചു. സഭയുടെ ചെറുപ്പക്കായ കുടുംബത്തിലൂടെ സഭയുടെ വളർച്ചയെ സഹായിക്കുന്ന കുടുംബ പ്രേക്ഷക സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് താങ്ങായി എപ്പോഴും കൂടെയുള്ള സർവശക്തനായ ദൈവത്തെ നന്ദിയോടെ ഓർക്കാം. ഇടവകയുടെ കുടുംബ പ്രേക്ഷക ശുശ്രൂഷ സമിതിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇടവക വികാരി മോൺസിഞ്ഞോർ വിൻസെന്റ് കെ പീറ്റർ അച്ഛനെയും സഹവികാരി അരുണച്ചനെയും പാരീഷ് കൗൺസിൽ അംഗങ്ങളെയും ഇടവക അംഗങ്ങളെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി അധ്യക്ഷ സമക്ഷം സമർപ്പിക്കുന്നു. സാമൂഹിക ശുശ്രൂഷ പ്രതിനിധിയായി ശ്രീമതി സെലിൻ ചേച്ചിയെ ക്ഷണിക്കാം. രണ്ടായിരത്തി ആനപ്പാറ വിശുദ്ധ ക്രിസ്ത്യന്റെ ദേവാലയത്തിലെ 2025 ജനുവരി മുതൽ 2025 മെയ് വരെയുള്ള പ്രവർത്തന റിപ്പോർട്ട്. വിശുദ്ധ ക്രിസ്ത്യ ദേവാലയത്തിൽ 2025 ജനുവരി മാസത്തിൽ ആനപ്പാറ ഇടവക സാമൂഹ്യ ശുശ്രൂഷ സെക്രട്ടറിയായി സെലിൻ ശശിയെ തിരഞ്ഞെടുത്തു. തുടർന്ന് രാഷ്ട്രീയ വികസന കൺവെൻഷൻ പ്രതിനിധിയായി അജിതകുമാരിയെയും സ്ത്രീ ശിശു വികസന കമ്മീഷൻ പ്രതിനിധിയായി റാണി, ദളിത് പിന്നോക്ക വികസന കമ്മീഷൻ പ്രതിനിധിയായി ബിനു റാണി, പ്രവാസി പ്രോട്ടോണിക് കമ്മീഷൻ പ്രതിനിധിയായി ശ്രീമാൻ ജോസിനെയും മത്സ്യവർദ്ധന കമ്മീഷൻ പ്രതിനിധിയായി ശിവു തങ്കപ്പനെയും തൊഴിൽ നീതി ബിന്ദു ഗോപി, സാമൂഹ്യ സാമ്പത്തിക കമ്മീഷൻ പ്രതിനിധിയായി ബസുമതിയെയും തിരഞ്ഞെടുത്തു. ആനപ്പാറ വിശുദ്ധ കുരിശിന്റെ ദേവാലയത്തിലെ സാമൂഹ്യ ശുശ്രൂഷ സമിതിയുടെ എക്സിക്യൂട്ടീവ് യോഗങ്ങൾ എല്ലാ മാസവും 1ാമത്തെ ഞായറാഴ്ച 2ാമത്തെ ദിവ്യബലിക്ക് ശേഷം ഇടവക വികാരിയുടെ അധ്യക്ഷതയിൽ പ്രാർത്ഥനയോടുകൂടെ നടന്നു വരുന്നു. സമിതിയുടെ മുൻമാസത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിലയിരുത്തുകയും അടുത്ത മാസത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അവ നടപ്പിലാക്കുന്നതിന് വേണ്ട തീരുമാനങ്ങൾ എടുക്കുകയും കൃത്യസമയത്ത് തന്നെ പ്ലാനിംഗ് പ്രകാരം പ്രോഗ്രാമുകൾ നടപ്പിലാക്കി വരുന്നു. 2025 ആദ്യത്തെ പദ്ധതി അയൽക്കാരന്റെ വിഷപ്പടക്കൽ എന്ന പദ്ധതി നടപ്പിലാക്കി വരുന്നു. ഇടവക നെക്സിന്റെ കീഴിലുള്ള ചിട്ടി കൂടുകയും ചെയ്യുന്നു. ഫെബ്രുവരിയിൽ നടന്ന രൂപത വാർഷികത്തിൽ ആനപ്പാറ ഇടവകയിൽ നിന്നും 16 പേർ പങ്കെടുത്തു. മാർച്ച് മാസം വനിതാ ദിനത്തിൽ വനിതാ വേദികൾ വിളിച്ചുകൊട്ടുകയും നല്ല ക്ലാസ് എടുക്കുകയും ചെയ്തു. 60 പേർ അതിൽ പങ്കെടുത്തു. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം BDCL ആചരിച്ചു. മെയ് ദിനം തൊഴിലാളി ദിനമായും ആചരിച്ചു. BDC ആനിമേറ്റർ, സാമൂഹ്യ ശുശ്രൂഷ സെക്രട്ടറി, പ്രൊമോട്ടർ എന്നിവയുടെ നേതൃത്വത്തിൽ 2 വ്യക്തികളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഇടവകയുടെ നേതൃത്വത്തിൽ 7 കൺവെൻഷനുകളുടെ പ്രവർത്തനങ്ങളും കൃത്യതയോടെ നടന്നു വരുന്നു. കാർഷിക വികസന കമ്മീഷൻ എല്ലാ വീടുകളിലും ചെറിയ രീതിയിൽ കൃഷി ചെയ്യണമെന്നും ഈ പദ്ധതിക്ക് സമൃദ്ധി എന്ന പേരിൽ അച്ഛൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അത് സമൃദ്ധിയോടുകൂടെ മുന്നോട്ട് നീങ്ങുന്നു. പള്ളി പരിസരത്ത് അച്ഛന്റെ നേതൃത്വത്തിൽ കൃഷി ചെയ്യാൻ സാധിച്ചു. അതിൽ നിന്നും 11/5/2025 മോൺസിഞ്ഞോർ വിൻസെന്റ് കെ പീറ്റർ അച്ഛന്റെ സാന്നിധ്യത്തിൽ വിളവെടുപ്പ് നടത്തി. സ്ത്രീ ശിശു വികസനം നേഴ്സറി 2 ദിവസം സന്ദർശിച്ച് വീടുകളിൽ പോയി കുട്ടികളെ കൂട്ടിക്കൊണ്ട് എത്തിക്കണമെന്നും അറിയിച്ചു.
ദളിത് പിന്നോക്ക കമ്മീഷൻ യൂണിറ്റുകളിൽ എത്ര ദളിത് പിന്നോക്കക്കാർ ഉണ്ടെന്നുള്ള ലിസ്റ്റ് എടുക്കുവാനും തീരുമാനിച്ചു. മധ്യവർഗ കമ്മീഷൻ ജൂൺ മാസത്തിൽ ലഹരി വിരുദ്ധ ക്ലാസ് നടത്തുവാൻ തീരുമാനിച്ചു. പ്രവാസി ജീസസ് ഫ്രോട്ടോണിറ്റി യൂണിറ്റിലെ പ്രവാസികളെ ലിസ്റ്റ് എടുക്കാനും തീരുമാനിച്ചു. സാമ്പത്തിക സാമൂഹ്യ കമ്മീഷൻ എല്ലാ മാസവും കൃത്യമായി കണക്ക് നോക്കുകയും വായിക്കുകയും ചെയ്തു വരുന്നു. കളക്ഷൻ ഏജന്റുമാർ കൃത്യമായി കളക്ഷൻ അടച്ചു വരുന്നു. ക്രെഡിറ്റ് യൂണിയൻ കൃത്യതയോടെ നടന്നു പോകുന്നു. ലോൺ കുടിശ്ശിക ഉള്ളവരെ തിരിച്ചടയ്ക്കാൻ വേണ്ടി ഭവനങ്ങൾ സന്ദർശിച്ചു വരുന്നു. ഓരോ സംഘത്തിനും 5 ലക്ഷം എന്ന രീതിയിൽ ലോൺ കൊടുത്തു വരുന്നു. ആനപ്പാറ കോളിക്രോസ് നെറ്റ്സ് യൂണിറ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയും പുത്തൻ ആശയങ്ങൾ രൂപപ്പെടുത്തുകയും അവ ഇടവക ജനങ്ങൾക്കും സമൂഹത്തിനും പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകളാക്കി മാറ്റി എല്ലാ മേഖലകളിലും സക്ഷമം ശ്രദ്ധിക്കുകയും നേതൃത്വം നൽകി വരുന്ന നമ്മുടെ ഇടവക വികാരി മോൺസിഞ്ഞോർ വിൽസൺ കെ പി തച്ചനും സഹവികാരി അരുൺ പി ജി തച്ചനും 1000 പ്രാർത്ഥനാശങ്ങൾ നേരുന്നു. ഈ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾക്കായി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള സർവേശ്വരന്റെ അനുഗ്രഹം നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. താങ്ക് യു. അൽമായ ശുശ്രൂഷ സെക്രട്ടറിയായ ശ്രീമതി ശ്രീജയെ റിപ്പോർട്ട് അവതരണത്തിനായി ക്ഷണിക്കുന്നു. ആനപ്പാറ വിശുദ്ധ കുരിശിന്റെ ദേവാലയത്തിലെ അൽമായ ശുശ്രൂഷ സമിതിയുടെ പ്രവർത്തന റിപ്പോർട്ട്. ആനപ്പാറ വിശുദ്ധ കുരിശിന്റെ ദേവാലയത്തിലെ അൽമായ ശുശ്രൂഷ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനായി ഇടവക വികാരി മോസിഞ്ഞോർ വിൽസൺ കെ പീറ്റർ അച്ഛന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ 20 VCCകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 20 അംഗങ്ങളിൽ നിന്ന് സെക്രട്ടറിയായി ശ്രീജയെയും ജോയിന്റ് സെക്രട്ടറിയായി ജിനോ മോനെയും ഖജാൻജിയായി ബിജിയെയും മറ്റ് സമിതി അംഗമായി അൽഫോൺസ, ജയന്തി എന്നിവരെയും തിരഞ്ഞെടുത്തു. ഇടവകയിലെ ആരാധനകളിൽ സജീവമായി അൽമായ ശുശ്രൂഷ പ്രതിനിധികൾ പങ്കെടുത്തു വരുന്നു. ഇടവകയിലെ എല്ലാ സംഘടനകളുടെയും പ്രവർത്തനം ഉറപ്പുവരുത്തുന്നു. നല്ല രീതിയിൽ പ്രവർത്തിച്ച് വരുന്നു. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആത്മീയമായ നല്ല നിർദ്ദേശങ്ങൾ നൽകുന്ന ഇടവക വികാരി ബഹുമാനമുള്ള മോസിഞ്ഞോർ വിൽസൺ കെ പീറ്റർ അച്ഛനും സഹവികാരി അരുൺ പി ജി തച്ചനും ബദനി സിസ്റ്റേഴ്സുമാർക്കും ഞങ്ങളോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ ഇടവക ജനങ്ങൾക്കും ത്യാഗം 2025 നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. ഭക്തസംഘടനകളുടെ റിപ്പോർട്ട് അവതരണത്തിനായി ശ്രീ അഡ്വക്കേറ്റ് രാജു സാറിനെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ഈ യോഗാധ്യക്ഷൻ ബഹുമാനപ്പെട്ട വിൻസൻ കെ പി തച്ചൻ, മറ്റ് പ്രിയപ്പെട്ട സഹവൈദികൻ അരുൺജിത്ത് തച്ചൻ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, 2024 ജനുവരി മുതൽ 2025 വരെയുള്ള സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് പോളിന്റെ പ്രവർത്തന റിപ്പോർട്ടാണ് ഞാനിവിടെ അവതരിപ്പിക്കുക. മറ്റ് 10 സംഘടനകളുടെ റിപ്പോർട്ട് എൻ്റെ കൈവശമില്ല. വിൻസെന്റ് പോളിന്റെ റിപ്പോർട്ട് മാത്രമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും വലിയ ഈ സഹോദരങ്ങളിൽ ഒരു വില നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് തിരുവനന്തപുരം ഫണ്ട് സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഇപ്പോൾ പ്രവർത്തനം നടത്തി വരുന്നു. ചില സമയത്തിന്റെയും സമ്പത്തിന്റെയും ഓരോഗരി മറ്റുള്ളവർക്ക് സന്തോഷപൂർവ്വം മാറ്റിവെച്ച് സമൂഹത്തിൽ യാതന അനുഭവിക്കുന്നവരെ കണ്ടെത്തി സഹായിച്ചു വരുന്നു. ഞങ്ങളുടെ പ്രധാന പ്രവർത്തനങ്ങൾ ഭവന സന്ദർശനം, രോഗി സന്ദർശനം, ആശുപത്രി സന്ദർശനം, ദത്ത് വിദ്യാർത്ഥി സഹായം നൽകുക, ദത്ത് കുടുംബ സഹായം നൽകുക, രോഗി സഹായം നൽകുക, ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം, പഠനോപകരണങ്ങളുടെ വിതരണം, വിവാഹ ധനസഹായം, സ്വയം തൊഴിൽ വായ്പാ വിതരണം, പ്രതിവാര യോഗം ചേരുക തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ കോൺഫറൻസ് തലത്തിൽ നടത്തിവരുന്നു. കൂടാതെ പ്രവർത്തന അംഗങ്ങളിൽ നിന്ന് രഹസ്യ പിരിവും നടത്തിവരുന്നു. റിപ്പോർട്ട് കാലയളവിൽ 10 പ്രവർത്തന അംഗങ്ങളാണ് ഹോളി ക്രോസ് കോൺഫറൻസിന് ഉള്ളത്. കോൺഫറൻസ് പരമ്പരയുടെ പ്രസിഡന്റ് ബ്രദർ ഡി രാജു, സെക്രട്ടറി ബ്രദർ ഡേവിഡ് രാജ്, ട്രഷറർ ബ്രദർ ജാനദോസ്, വൈസ് പ്രസിഡന്റ് ബ്രദർ വിൽസൺ, മറ്റംഗങ്ങൾ ബ്രദർ തപസി, ബ്രദർ രാഘവൻ, ബ്രദർ ബിനു, ബ്രദർ ധർമ്മരാജ്, ബ്രദർ ഫ്രാൻസിസ്, ബ്രദർ ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കോൺഫറൻസിന് പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. റിപ്പോർട്ട് കാലയളവിൽ
61 പ്രതിവാര യോഗങ്ങൾ കൂടുതലുണ്ടായി. ശരാശരി 7 പേർ വീതം പ്രതിവാര യോഗങ്ങൾ പങ്കെടുത്തു വരുന്നു. സജീവ അംഗങ്ങളിൽ നിന്ന് 17,245 രൂപ രഹസ്യ പിരിവിധത്തിൽ ലഭിക്കുകയുണ്ടായി. സംഭാവനയായി 5,850 രൂപയും ടീനേജായി സെൻട്രൽ കൗൺസിലിൽ നിന്ന് 12,330 രൂപ ലഭിച്ചു. ബോക്സ് കളക്ഷനായി 1,360 രൂപ ലഭിക്കുകയുണ്ടായി. 6,250 രൂപയുടെ ഭക്ഷ്യക്കിറ്റ് 10 കുടുംബങ്ങൾക്ക് ഓണക്കാലത്ത് വിതരണം നൽകി. വിദ്യാർത്ഥികൾക്ക് 2024 ജൂൺ മാസത്തിൽ 7,200 രൂപയുടെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വിവാഹ ധനസഹായമായി 5,000 രൂപ ഒരു മകൾക്ക് നൽകി സഹായിച്ചു. രോഗി സഹായമായി 13,500 രൂപ 7 രോഗികൾക്ക് ഈ കാലയളവിൽ നൽകി സഹായിച്ചു. 17 പേർക്ക് സ്വയം തൊഴിൽ ചെയ്യാൻ 85,000 രൂപ വായ്പയായി നൽകി. സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയിൽ 62,865 രൂപ ബാങ്കിൽ ഇപ്പോൾ നിക്ഷേപമുണ്ട്. കൈവശവും 1,498 രൂപയുണ്ട്. ഇത്രയും പ്രവർത്തനം നടത്താൻ സഹായിച്ച ഇടവികാരികളായ മോൺസിഞ്ഞർ വിൻസെന്റ് കെ. സച്ചിൻ കോൺഫറൻസ് അംഗങ്ങളെയും പരമകാരുണ്യനായ ദൈവത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ റിപ്പോർട്ട് സഭയെ സമർപ്പിക്കുന്നു. താങ്ക് യു സർ. KLCയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ ഡേവിഡിനെ റിപ്പോർട്ട് അവതരണത്തിന് ക്ഷണിക്കുന്നു. ലീജിയൻ ഓഫ് മേരിയെ പ്രതിനിധീകരിച്ച് ശ്രീമതി അൽഫോൻസയെ ക്ഷണിക്കുന്നു. ആദ്യ മരിയ ആനപ്പാറ ഹോളിക്കോസ്റ്റ് ഇടവകയിലെ ജപമാലരാജ്ഞി പ്രസിദ്ധീകരിന്റെ 2024-2025 വാർഷിക റിപ്പോർട്ട്. ലോകത്തിനും അതിന്റെ നശീകരണ ശക്തിക്കുമെതിരായി തിരുസഭ നിരന്തരം നടത്തുന്ന സമരത്തിൽ സൈനിക സേവനം ചെയ്യുവാൻ സ്വയം സമർപ്പിച്ചിരിക്കുന്ന കത്തോലിക്കരുടെ ഒരു സംഘടനയാണ് ലീജിയൻ ഓഫ് മേരി. സർപ്പത്തിന്റെ തല തകർത്ത് ക്രിസ്തുവിന്റെ വാശിയെ പ്രോത്സാഹിപ്പിക്കുക എന്നത് മറിയത്തിന്റെയും സഭയുടെയും ജോലിയിൽ സഭാമാർഗദർശനം അനുസരിച്ച് പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും അംഗങ്ങളുടെ വിശുദ്ധി വർദ്ധിപ്പിക്കുക വഴി ദൈവമഹത്വം സാധിക്കുകയാണ് മരിയ സൈന്യത്തിന്റെ ഉദ്ദേശം. കിളിയൂർ കൂലിയുടെ കീഴിലാണ് ആനപ്പാറ പ്രസിദ്ധിയം പ്രവർത്തിക്കുന്നത്. എല്ലാ മാസവും 2ാമത്തെ ഞായറാഴ്ചകളിൽ കിളിയൂർ ഉണ്ണിമിശിഹാൻ ദേവാലയത്തിൽ വെച്ച് നടക്കുന്ന കൂലിയ മീറ്റിംഗിൽ പ്രസിഡന്റ് സിസ്റ്റർ അൽഫോൻസ, വൈസ് പ്രസിഡന്റ് സിസ്റ്റർ ലേഖ വിപിൻ, സെക്രട്ടറി സുനികുമാരി, ഖജാൻജി സിസ്റ്റർ സജിത സന്തോഷ് തുടങ്ങിയ 4 ഭാരവാഹികൾ പങ്കെടുക്കുന്നു. അവിടെ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പ്രസിദ്ധീയത്തിൽ അവതരിപ്പിക്കുന്നു. ഭാരവാഹികളും 10ഓളം സൈനികരുമാണ് പ്രസിദ്ധീയത്തിൽ ഉള്ളത്. എല്ലാ ശനിയാഴ്ചയും 4:30 മുതൽ പ്രസിദ്ധീയം കൂടുന്നു. മെയ് മാസ വണക്കത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും വൈകുന്നേരം BCC അംഗങ്ങളോടൊപ്പം ഫാത്തിമ മാതാ പുരുഷനിയിൽ ജപമാല നടത്തുന്നു. ജൂൺ മാസത്തിൽ തിരുഹൃദയ ഭക്തിയുടെ പ്രചരണാർത്ഥം ഭവനങ്ങളിൽ തിരുഹൃദയ പ്രതിഷ്ഠാ ജപം എത്തിച്ചു. ജൂലൈ മാസത്തിൽ ഉത്തിരിയം ഭക്തിയുടെ ക്ലാസ് ദേവാലയത്തിൽ സംഘടിപ്പിച്ചു. പങ്കെടുത്തവർക്ക് ഉത്തിരിയം നൽകി ഓഗസ്റ്റ് 15-ാം തീയതി സ്വർഗാരോപണ തിരുനാളിന് വിശുദ്ധ കുർബാന ക്രമീകരണങ്ങൾ നടത്തി. സെപ്റ്റംബർ മാസത്തിൽ മാതാവിന്റെ ജനന തിരുനാളുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ ഫംഗ്ഷൻ നടത്തി. ഒക്ടോബർ മാസത്തിൽ ഭവനങ്ങളിൽ ജപമാല എത്തിക്കുവാൻ BCCകൾക്ക് നിർദ്ദേശം നൽകുകയും ജപമാല എത്തിച്ചു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. നവംബർ മാസത്തിൽ മറ്റ് വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ ഭാഗമായി മരണപ്പെട്ട മരിയ സൈനികരുടെ ആത്മാവിന്റെ ശാന്തിക്കായി ഒരു ദിവസത്തെ ദിവ്യബലി അർപ്പിച്ചു. ഡിസംബർ മാസത്തിൽ കൂരിയ തലത്തിൽ സംഘടിപ്പിച്ച് വാർഷിക റീയൂണിയനിൽ പ്രസിദ്ധീയം അംഗങ്ങൾ പങ്കെടുത്തു. മരിയ സൈനികർ ഇല്ലാത്ത മുള്ളരിവിള പള്ളിയിലെ കുടുംബങ്ങൾ സന്ദർശിച്ച് പ്രസിദ്ധീയം കൂടുവാനുള്ള പ്രചോദനം നൽകി. ആഴ്ചയിൽ 2 മണിക്കൂർ മരിയ സൈനികർ പ്രവർത്തനം നടത്തേണ്ടതുണ്ട് എന്നതിനാൽ രോഗി ഭവനങ്ങൾ സന്ദർശിച്ച് ജപമാല അർപ്പിക്കുന്നു.
മരണ വീടുകളും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്ന ഭവനങ്ങളും സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നു. കൂടാതെ BCCയിൽ പ്രാർത്ഥന നയിക്കുക, മതബോധനം പഠിപ്പിക്കുക, പള്ളിയും പരിസരവും വൃത്തിയാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളും നടത്തിവരുന്നു. കുരിശുമല തീർത്ഥാടനത്തിന്റെ ഭാഗമായി ജപമാല പദയാത്ര നടത്തുകയും അവർക്കുള്ള ഉച്ചഭക്ഷണം നമ്മുടെ പ്രസിദ്ധീയത്തിൽ നിന്നും ക്രമീകരിക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്താലും വിശ്വാസത്താലും പ്രചോദനമായ അവരുടെ സൈന്യം എല്ലാത്തരം ജോലികളും ഏറ്റെടുക്കുന്നു. ഇത്രയേറെ എളിയ പ്രവർത്തനങ്ങൾ പരിശുദ്ധ മാതാവിന്റെ നാമത്തിൽ ചെയ്യുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകിയ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ജോമാല രാജ്ഞി പ്രസിദ്ധ്യം ആനപ്പാറ യൂണിറ്റിന്റെ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. താങ്ക് യു. KLCAWയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീമതി ബീനു റാണിയെ ക്ഷണിക്കുന്നു. ആനപ്പാറ ക്രിസ്തുസിന്റെ ദേവാലയത്തിലെ KLCAWയുടെ പ്രവർത്തന റിപ്പോർട്ട്. ആനപ്പാറ ക്രിസ്തുസിന്റെ ദേവാലയത്തിലെ KLCAWയുടെ തിരഞ്ഞെടുപ്പ് ഉണ്ടൻകോട് പ്രകടന പ്രസിഡന്റ് ശ്രീമതി മിനിയുടെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. ഇടവകയിൽ പ്രസിഡന്റായി കട്ടം സ്വപ്നയെയും വൈസ് പ്രസിഡന്റായി പവൻ റോസിനെയും ജോയിന്റ് സെക്രട്ടറിയായി ശ്രീമതി ബെസീരിയെയും ഖജാൻജി ശ്രീമതി ശ്രീതയെയും മറ്റ് സമിതി അംഗങ്ങളായി ബീന, വിജി ആനപ്പാറ സ്വപ്ന എന്നിവരെയും തിരഞ്ഞെടുത്തു. KLCAWയുടെ നേതൃത്വത്തിൽ വനിതാ ദിനം മാർച്ച് 8 വനിതാ വേദിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആരാധന ക്രമീകരണം നല്ല രീതിയിൽ നടത്തി. മാസത്തിൽ 2ാമത്തെ ഞായറാഴ്ച ഉണ്ടൻകോട് ഭവനിൽ വെച്ച് നടക്കുന്ന മീറ്റിംഗിൽ പങ്കെടുത്തു വരുന്നു. കുരിശുമല പാട്ടയം എന്ന പ്രോഗ്രാമിന് 16 വനിതകളെ പങ്കെടുപ്പിക്കാൻ സാധിച്ചു. വനിതാ വേദിയിലെ ക്ലാസ്സിൽ KLCAW അംഗങ്ങൾ പങ്കെടുത്തു വരുന്നു. KLCAWയുടെ ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഇടവക വികാരി മോൺസിഞ്ഞൂർ വിൻസെന്റ് K. പീറ്റേഴ്സനും സഹവികാരി അരുൺ B. ചിത്തച്ചനും പാരിഷ് കൗൺസിലിനും എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും ഒപ്പം നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വനിതകൾക്കും നന്ദി. KLCAWയുടെ പ്രവർത്തനം തുടർന്ന് നല്ല രീതിയിൽ നടത്തുവാൻ സർവേശ്വരൻ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയുടെ ഈ റിപ്പോർട്ട് സഭയെ സമർപ്പിക്കുന്നു. താങ്ക് യു. അടുത്തതായി നമ്മുടെ എവാഞ്ചലിയത്തിൽ ത്യാഗം 2025 അധ്യക്ഷനായ ശ്രീ ബെനഡിക്ട് സാറിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ത്യാഗം പ്രോഗ്രാമിന്റെ ഉദ്ഘാടകനായ റൈറ്റ് റൗണ്ട് ഡോക്ടർ മോൺസിഞ്ഞൂർ വിൻസെന്റ് K. പീറ്റേഴ്സൻ, പ്രിയപ്പെട്ട സഹവികാരി, വേദിയിൽ സദസ്യമായിരുന്ന പ്രിയപ്പെട്ടവരെ, ആശംസാ പ്രസംഗം നടത്തുന്നില്ല. കാരണം ഒരുപാട് നമുക്കൊരു സന്ദേശവും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. എങ്കിലും അധ്യക്ഷ പ്രസംഗം നടത്തുന്നില്ല. എങ്കിലും ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അല്ല നമുക്ക് പ്രതികരണം കിട്ടുന്നത്. അത് ഒരു സത്യമായ കാര്യമാണ്. പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ, പലരെ സമീപിക്കുമ്പോൾ അവർക്ക് ഒരുപാട് കഴിവുണ്ട്. നമുക്കെല്ലാം ഞാൻ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ ആനപ്പാറ ഇടവകയിലാണ് ഏറ്റവും കൂടുതൽ ഹ്യൂമൻ റിസോഴ്സ് HR എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയപ്പെടും. ഏറ്റവും കൂടുതലുള്ള ഒരു ഇടവകയാണ്. പക്ഷെ നമ്മൾ പിന്നോട്ടടിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെയോ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയോ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ നമുക്ക് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രവണത ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ചേർത്താണ് പറയുന്നത്. നമ്മുടെ പൊതുവായി ഒരു പൊതുസമൂഹത്തിൽ കാണുന്നത്. ഈ പൊതുസമൂഹത്തിലുള്ള ചിന്തകൾ പലപ്പോഴും നമ്മുടെ സഭാ ജീവിതത്തിലേക്കും കടന്നു വരാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് BCC ശരിക്കും ക്രിസ്തുവിന്റെ മുഖം ദർശിക്കുന്ന, ക്രിസ്തു ചൈതന്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന, ഈ ലോകത്തിന് ഏറ്റവും വലിയ സാക്ഷിയേകാൻ പറ്റുന്ന കത്തോലിക്ക സഭയ്ക്ക് പരിശുദ്ധാത്മാവ് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് അടിസ്ഥാന ക്രൈസ്തവ സമൂഹങ്ങൾ. അതൊരു സംവിധാനമല്ല, അതൊരു ജീവിത രീതിയാണ്. നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, നമുക്ക് എന്ത് വിരുദ്ധമായ ആശയങ്ങളുണ്ടെങ്കിലും, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ കൂട്ടായ്മയിൽ കടന്നു വരാനും, ഒന്നിച്ച് പാടാനും, പ്രാർത്ഥിക്കാനും, ഒന്നിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും,
യോജിക്കുന്ന മേഖലകൾ കൂടുതൽ യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ ഒരു സമൂഹം ശരിക്കും പക്വതയുള്ള വളർച്ചയിലേക്ക് എത്തുകയുള്ളൂ. പ്രത്യേകിച്ച് ഈ മാറുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെയും ജീവിതത്തിൽ നമ്മുടെ സാക്ഷികളാകേണ്ടതിൻ്റെയും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ യെസ് പറഞ്ഞില്ല എങ്കിൽ ഒരിക്കലും നമ്മൾ മാറ്റം സംഭവിക്കില്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ദൈവം ഇങ്ങനെ പെട്ടെന്ന് എന്തോ ഒരു അത്ഭുതം പോലെയൊക്കെ നമ്മളെ ഇങ്ങനെ തൊടും എന്നൊക്കെയാണ്. പക്ഷെ ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പ വളരെ വ്യക്തമായി പറഞ്ഞു, നമ്മൾ യെസ് അതെ എന്ന് ഉത്തരം കൊടുത്തില്ല എങ്കിൽ രക്ഷ പോലും നമുക്ക് അന്യമായി തീരുമെന്നാണ്. പ്രിയപ്പെട്ടവർ, എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നമുക്ക് ദൈവത്തോട് യെസ് പറയാം. നമ്മൾ ആൾക്കാരെ നോക്കിയല്ല നമ്മൾ ദേവാലയത്തിലേക്ക് വരുന്നത്, നമ്മൾ ക്രിസ്തുവിന്റെ മുഖം നോക്കിയാണ് വരുന്നത്. എന്ത് വൈവിധ്യമുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഒന്നിച്ചേരാനും ഒന്നിച്ച് പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും ചിന്തിക്കാനും ചിരിക്കാനും കളിക്കാനും ഒക്കെ ഉള്ള വേദികളായി തീരട്ടെ നമ്മുടെ അടിസ്ഥാന ക്രൈസ്തവ സമൂഹങ്ങൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും സഹകരണം, സമ്പൂർണ്ണ പങ്കാളിത്തമുള്ള അടിസ്ഥാന ക്രൈസ്തവ സമൂഹം എന്ന ലക്ഷ്യം നിറവേറ്റുവാൻ നിങ്ങൾ എല്ലാവരും പൂർണ്ണമായി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സാർ. അടുത്ത ഈ യോഗത്തിലേക്ക് ഒരു ഗാനവുമായി എത്തുന്നു കർമ്മലമാത BCC യൂണിറ്റിലെ സിനിത. സ്നേഹ
താങ്ക് യു സിന്ധ. ആശംസകൾ അർപ്പിക്കുന്നതിനായി സാമൂഹിക ശുശ്രൂഷ പ്രതിനിധി ശ്രീമതി സെലിൻ ചേച്ചിയെ ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനമുള്ള അച്ഛ, സ്നേഹബഹുമാനമുള്ള അരുണച്ച, നമ്മുടെ സദസ്സിലും വേദിയിലുമായിരിക്കുന്ന ഇടവക അംഗങ്ങളെ, ഇന്ന് ഈ ഒരു സായസന്ധ്യ നേരത്തിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ത്യാഗം. സാമൂഹ്യ ഒരു ശുശ്രൂഷയാണ് എനിക്ക് ലഭിച്ചത്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെ കഴിഞ്ഞും വലിയ ശക്തനാണെന്ന് ആണ് വിചാരിച്ചത്. പക്ഷെ ആ ശക്തന്റെ ഒപ്പം നമുക്ക് നിൽക്കാനുള്ള ഇതല്ല, ഈ വേദിയിൽ നിൽക്കാനുള്ള ഒരു അവസരം തന്നതും ദൈവമാണ്. എന്നിൽ മുമ്പ് സെക്രട്ടറി സ്ഥാനമായിട്ടിരുന്നത് ഷൈൻ കുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അത് ഒരു മുയൽ ഓടും പോലെയും ഞാൻ ഒരു ആമ ഇഴയും പോലെയും ഇഴഞ്ഞ് ഒരു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 3-4-5 മാസം കൊണ്ട് ആയതേ ഉള്ളൂ ഈ സാമൂഹ്യ ശുശ്രൂഷ എന്ന ഈ യൂണിറ്റിൽ ഞാൻ കൂടെ ചേർന്നിട്ട്. അപ്പോൾ ഇടവകയിലുള്ള ഓരോ ജനങ്ങളും നമ്മെ അംഗീകരിക്കുവാനും അവരെ അനുഗ്രഹിക്കാനും ദൈവം ധാരാളമായി അനുഗ്രഹങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. അടുത്ത ആശംസകൾ അർപ്പിക്കുന്നതിനായി ശ്രീ അഡ്വക്കേറ്റ് രാജു സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലെ അധ്യക്ഷൻ, ഉദ്ഘാടകൻ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, സദസ്സിലായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദീർഘമായ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല. ഞാൻ 1-2 ചിന്തകൾ പോയിട്ട് വരാൻ ആഗ്രഹിക്കുന്നത്. മാതൃരൂപതയിൽ 1990-കളുടെ ആരംഭത്തിലാണ് VCCയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇതിപ്പോൾ ഏതാണ്ട് 35 വർഷം പിന്നിടുകയാണ്. 35 വർഷം പിന്നിടുമ്പോൾ നമ്മുടെ VCC തല പ്രവർത്തനങ്ങൾ ജനകേന്ദ്രീകൃതമായി ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വികസനവും ആത്മീയ വളർച്ചയും ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. നെയ്യാറ്റിൻകര രൂപത തീർച്ചയായിട്ടും ഈ രംഗത്ത് വളരെയേറെ മുന്നോക്കം പോയി എന്നുള്ളത് നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. VCC കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളിൽ മറ്റെല്ലാ രൂപതകൾക്കും മാതൃകയാകുന്ന തരത്തിൽ നമ്മുടെ രൂപതയിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ ഇടവകയിലും ആ പ്രവർത്തനം നടക്കുന്നു എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇടവകയിലെ മുഴുവൻ ജനങ്ങളെയും ഒന്നായി ചേർത്ത് നിർത്തിക്കൊണ്ട് ജനങ്ങളുടെ ആത്മീയവും ഭൗതികമായ വളർച്ചയിൽ ഓരോരുത്തർക്കും താങ്കളുടെ ഉത്തരവാദിത്വം വഹിക്കാനുള്ള കടമ നിറവേറ്റാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് നമ്മുടെ VCC കൂട്ടായ്മ. നമ്മുടെ ഈ വേളയിൽ ഈ വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മൾ പുനർവിചിന്തനം ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ VCC കൂട്ടായ്മയിലെ പങ്കാളിത്തം
നമ്മുടെ മുഴുവൻ കുടുംബങ്ങളെയും പങ്കെടുപ്പിക്കുവാനും മുഴുവൻ അംഗങ്ങളെയും അതിന്റെ ഭാഗവാക്കുകളാക്കാനും സാധിക്കുന്നുണ്ടോ എന്നുള്ളത്. നമ്മുടെ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് പരമാവധി സഹോദരന്മാരെ സഹോദരിമാരെ കൂട്ടായ്മയിലേക്കുള്ള ഒരുമിച്ചാക്കി ഈ സമൂഹത്തിന്റെ വളർച്ചയിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കാളികളാകാം എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്, പറയാനുള്ളത്. ഞാനിവിടെ നിൽക്കുന്നത് വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ ഒരു പ്രതിനിധിയായിട്ടാണ്. കഴിഞ്ഞ 2 വർഷമായി ഞാൻ വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയാണ്. മുൻകാലങ്ങളിൽ ഞാൻ വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ ആനപ്പാറ ഏരിയ കൗൺസിലിന്റെ പ്രസിഡന്റായിട്ടും സെൻട്രൽ കൗൺസിൽ രൂപതയുടെ വൈസ് പ്രസിഡന്റായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ട് കുറച്ച് അകലം പാലിച്ച് അതിൽ നിന്ന് മാറുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ കഴിഞ്ഞ വികാരിച്ച് എന്നെ ഈ ചുമതല ഏൽപ്പിച്ചത്. സാമൂഹ്യമായി ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ ഇടവക സമൂഹം ഒരു വലിയ സമൂഹമാണെങ്കിലും ഈ സമൂഹത്തിന്റെ വളർച്ച സാമൂഹ്യപരമായ വളർച്ചയിൽ നമ്മളേറെ പിന്നോക്കമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതര സഹോദര സമുദായങ്ങളുമായി പഠിച്ചു നോക്കുമ്പോൾ നമ്മുടെ ഇടവക സമൂഹം ഭൗതികമായ മേഖലകളിൽ ഇനിയും ഏറെ മുന്നോക്കം പോകേണ്ടതായിട്ടുണ്ട്. അതിന് ഏറ്റവും കരണീയമായിട്ടുള്ളത് നമ്മുടെ കൊച്ചുമക്കൾ വരുന്ന തലമുറ വിദ്യാഭ്യാസ മേഖലയിലൂടെ വളർച്ച നേടി തൊഴിൽ മേഖലയിലേക്ക് ഉന്നത തലങ്ങളിൽ എത്തുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങൾ കൂടുതൽ സാമൂഹ്യമായും സാമ്പത്തികമായും ഭദ്രത കൈവരിക്കുകയുള്ളൂ. അത്തരത്തിൽ കൈവരിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ഇടവകയിൽ ഒട്ടനവധി രോഗികൾ, മറ്റ് സഹായം അർഹിക്കുന്ന നിരവധി ആളുകളുണ്ട്. ദരിദ്രരായ, സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയിൽ കഴിയുന്ന, ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ ആയിരിക്കുന്ന നിരവധി സഹോദരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അവരെ കണ്ടെത്തി സഹായിക്കാൻ നമുക്ക് സാധിക്കണം. തന്റെ സമയത്തിന്റെയും സമ്പത്തിന്റെയും ഒരു ഓഹരി തന്റെ സഹോദരന്മാർക്ക് പങ്കുവയ്ക്കാൻ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് വിൻസെന്റ് പോൾ സൊസൈറ്റി അതിന്റെ പ്രവർത്തനം നടത്തി വരുന്നത്. ഒരു അന്തർദേശീയ സംഘടന എന്ന നിലയിൽ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ വിൻസെന്റ് പോൾ സൊസൈറ്റി പ്രവർത്തനം നടക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ തന്നെ വിൻസെന്റ് പ്രവർത്തനങ്ങൾ വളരെ മഹത്തായ നിലയിലാണ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന്റെ ചില നിയന്ത്രണങ്ങൾ നമ്മുടെ സംഘടനകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക സഹായം ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങൾ പലപ്പോഴും നേരിടുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ജനങ്ങളിൽ നിന്ന് സമാഹരിച്ചുകൊണ്ട് നിരവധി പ്രവർത്തനം നടത്തി വരികയാണ്. ഈ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ ബൈല അനുസരിച്ച് അംഗങ്ങൾ, സംഘടനാംഗങ്ങളും അതുപോലെ സജീവാംഗങ്ങളും അതുപോലെ തന്നെ സഹായ അംഗങ്ങളും ഇതിനകത്തുണ്ട്. ആർക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. സഹോദരി സഹോദരന്മാർ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരണം. വിൻസെന്റ് പ്രവർത്തനങ്ങൾ പങ്കെടുക്കണം. തന്റെ യാതന അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, കണ്ണീരില്ലായിരിക്കുന്ന സഹോദരങ്ങളെ സഹായിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മുടെ സമയത്തിന്റെയും സമ്പത്തിന്റെയും ഒരു ഓഹരി മാറ്റിവെക്കാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം ഈ വാർഷികത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത് നമുക്ക് ആശംസകൾ അർപ്പിക്കാനായി നമ്മുടെ പ്രിയപ്പെട്ട അരുണാചലം ക്ഷണിക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ ബെൻസ, ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട വിൻസെന്റ്, വേദിയിലും ശാസ്ത്രമായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരന്മാരെ, ഇനിയും ഒരുപാട് പേര് പ്രസംഗിക്കാനുണ്ട്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. പ്രധാനമായിട്ടും നമ്മൾ അടിസ്ഥാന ക്രൈസ്തവ സമൂഹം, അതായത് നമ്മൾ BCCA നമ്മൾ തുടങ്ങിയത് സാറ് പറഞ്ഞു 90കളിലാണ്. 35ഓളം വർഷങ്ങളായി. അതിനെക്കുറിച്ച് നേരിട്ട കാര്യമൊക്കെ സാർ സംസാരിച്ചു. പ്രധാനമായിട്ട് നമ്മൾ BCC തുടങ്ങുന്നത് അതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ആദിമ ക്രൈസ്തവ സമൂഹം എങ്ങനെയായിരുന്നു അതുപോലെ നമ്മളും ആയി തീരണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് BCCക്ക് രൂപം കൊടുത്തത്. നമ്മൾ പ്രധാനമായിട്ടും BCC പ്രവർത്തനങ്ങളിൽ എല്ലാവരും പൂർണ്ണമായിട്ട് പങ്കാളികളാകണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും അങ്ങനെ തന്നെയാണ് വേണ്ടത്. മറ്റു രൂപതകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ BCC സംവിധാനങ്ങൾ മറ്റ് ശുശ്രൂഷ സംവിധാനങ്ങളും എല്ലാവരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് എല്ലാം ചിട്ടയോടെ നാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം ചിട്ടയോടെ ചെയ്യുമ്പോഴും നമ്മുടെ പങ്കാളിത്തം കുറഞ്ഞുകൊണ്ട് വരികയാണ്. എന്തുകൊണ്ടാണ് പങ്കാളിത്തം കുറഞ്ഞു വരുന്നതെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പ്രധാനമായിട്ടും ഞാൻ ഇന്ന് പ്രസിഡന്റ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു,
നമ്മുടെ സഭയിലെ ആദ്യത്തെ സുനോദോസ് കൂടാൻ കാരണം, ജെറുസലേം സുനോദോസ് കൂടാൻ കാരണം ഭിന്നത ഉണ്ടായതുകൊണ്ടാണ്. അവരുടെ പല അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ഒരു വിഷയത്തെക്കുറിച്ച്. അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് അഭിപ്രായങ്ങൾ പങ്കുവച്ചു. അതിൽ നിന്ന് നല്ലൊരു അഭിപ്രായം അവർ തിരഞ്ഞെടുത്തു. അതെല്ലാവരും ഒരേ മനസ്സോടെ നടപ്പിലാക്കി മുന്നോട്ട് പോയി. നമ്മുടെ ഇടയിലും VCC യൂണിറ്റുകളിലും ഒക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാകും. നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ പരസ്പരം അവതരിപ്പിക്കണം. അതിൽ ഏറ്റവും നല്ല അഭിപ്രായം തിരഞ്ഞെടുത്ത് അതിലെല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി നാം പരിശ്രമിക്കണം. എന്നാൽ മാത്രമേ ആ ഭിന്നത മാറുകയുള്ളൂ. ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, ഞാൻ പറയുന്നത് മാത്രമാണ് നടപ്പിലാക്കേണ്ടത് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലും നമ്മുടെ പ്രവൃത്തികളിലും പ്രതിഫലിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പല VCC യൂണിറ്റുകളുടെയും പ്രശ്നങ്ങളും അതുമാത്രമല്ല കുടുംബങ്ങളുടെയും സംഘടനകളുടെയും പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഞാൻ പറയുന്നത് മാത്രം ശരി, ഞാൻ പറയുന്നത് മാത്രം ചെയ്യണം, അതൊന്നും മാറാൻ പാടില്ല, എല്ലാവരും അതിലേക്ക് വരണം. അങ്ങനെയല്ല, നമ്മൾ പറയുക, അതിനെക്കാട്ടി നല്ല അഭിപ്രായങ്ങൾ വരുമ്പോൾ അത് സ്വീകരിക്കുക. നമ്മളെല്ലാത്തിനും തുറവിയുണ്ടാകും. നമ്മുടെ മനസ്സ് ഒരു ഇടുങ്ങിയ മനസ്സാകരുത്. പൊട്ടക്കിണറ്റിൽ തവള കിടന്നുകൊണ്ട് ഇതാണ് ലോകമെന്ന് പറയുന്നത് പോലെ നമ്മൾ പറയുന്ന കാര്യം മാത്രമാണ് ശരിയെന്ന് പറയാതെ ഈ ലോകത്ത് നടക്കുന്ന മറ്റു കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. അതിനനുസരിച്ച് നമ്മുടെ ചിന്തകളെ വികസിപ്പിക്കണം. ആ ചിന്തകളെ നമ്മൾ വികസിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാനും എല്ലാ അഭിപ്രായങ്ങൾക്കും കൃത്യമായിട്ട് അത് വിവേചനത്തോടെ ചിന്തിച്ച് ആ ചിന്തകളെ കൃത്യമായിട്ട് രൂപീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. പ്രത്യേകമായിട്ട് നമ്മുടെ VCC പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെങ്കിൽ നമ്മുടെ ഭിന്നതകൾ നാം ഒഴിവാക്കണം. പിന്നെ VCC പങ്കെടുക്കുമ്പോൾ പലരും ചിന്തിക്കുന്നത് എനിക്ക് അവിടെ നിന്ന് എന്ത് കിട്ടുമെന്നാണ്. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്, അവിടെ നിന്ന് എന്ത് കിട്ടും, എവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകും. പക്ഷേ നമുക്ക് അവിടെ എന്ത് കൊടുക്കാൻ സാധിക്കുമെന്ന് ആരും ചിന്തിക്കാറില്ല. നമ്മൾ പള്ളിയിൽ വന്നാലും എന്തിനു പള്ളി വരുന്നു, പലരും വരുന്നത് സർട്ടിഫിക്കറ്റിന് വേണ്ടി, അല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് എല്ലാവരെയും കാണിക്കണം, അങ്ങനെയൊക്കെയാണ്. നമ്മൾ VCC മതപരത്തിന് വന്നാലും പലരും അങ്ങനെയാണ്. എല്ലാവരും ഒന്നല്ല, പലരും അങ്ങനെ വരുന്നത്. പക്ഷെ നമ്മൾ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ക്രിസ്തുവിനെ വഴിയിൽ സഞ്ചരിക്കാനായി വിളിക്കപ്പെട്ടവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിലൂടെ നാം മുന്നോട്ട് കൊണ്ടുപോകണം. പ്രത്യേകിച്ച് VCCകളിലൂടെയും മറ്റു നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയും ക്രിസ്തുവിനെ നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ക്രിസ്തീയ ജീവിതം രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. പ്രത്യേകമായിട്ട് ഇന്ന് VCCയുടെയും മറ്റ് സംഘടനകളുടെയും ഈ വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കുക. നമ്മുടെ VCC യൂണിറ്റുകളിലൊക്കെ നമ്മൾ പോയിരിക്കുമ്പോൾ അവിടെ നമ്മളെ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മളെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ VCCയിൽ പങ്കെടുക്കുമ്പോൾ നോക്കുക. ആർക്കെങ്കിലും ദേഷ്യമോ വിഷമമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക, അവരോടൊക്കെ ചിരിക്കുക. എപ്പോഴും നിങ്ങളൊരു ചിരിക്കുന്ന മുഖമായിട്ടൊക്കെ ഇരിക്കുക. അപ്പം എല്ലാവർക്കും എല്ലാവരും ആശംസകൾ. ഒരു ഗാനവുമായി നമ്മുടെ മുന്നിലെത്തുന്നു ഡാഡി ലോറൻസ് ടീച്ചർ. Rosa
പൂവേ സ്വർഗീയ റോസാപ്പൂവേ നാമീതിന്തിരു ഗോപുരമേ പൂവുകൾ നിറയും പൂന്തോട്ടമേ സാഗര താരകമേ സാഗര താരകമേ റോസാ റോസാ ആനന്ദ റോസാ സ്വർഗീയ റോസാ റോസാ പൂവേ റോസാ പൂവേ സ്വർഗീയ റോസാ പൂവേ ലഹനൂനിൽ വിരിയും നീലിപ്പൂവേ നാഗുൽ തായുടെ നൊമ്പരമേ ആബാപിതാവേ 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 പിതാവേ താങ്ക് യു ടീച്ചർ. ആശംസകൾ അർപ്പിക്കാൻ ശ്രീമതി ശ്രീ കെ ക്ഷണിക്കുന്നു. വേദിയിലായിരിക്കുന്ന അച്ഛന്മാരെ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഇവിടെ ആയിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ആത്മായ ശുശ്രൂഷ, കൂട്ടായ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിന് പകരം നമ്മുടെ ഉള്ളിലുള്ള കുറ്റങ്ങൾ ആദ്യം നമ്മൾ സ്വയം മനസ്സിലാക്കാനുള്ള മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. മദർ തെരേസയെ പോലാകാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിലും മറ്റുള്ളവരെ സഹായിച്ചും സേവിച്ചും രോഗി സന്ദർശനം നടത്തും, മറ്റുള്ളവരുടെ പ്രയാസങ്ങളിലും വിഷമങ്ങളിലും പങ്കുകൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശക്തിയും കഴിവും നമുക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ആശംസകൾ അർപ്പിക്കാൻ ശ്രീ സിജിൻ ഫിലിപ്പ് സാറിനെ ക്ഷണിക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ ബെനഡിക്ട് സാർ, ഉദ്ഘാടകർ സ്നേഹബഹുമാനമുള്ള മോൺസിഞ്ഞർ വിൽസൺ ടി പീറ്റർ അച്ഛൻ, സഹവികാരി അരുണച്ച, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ മാതാപിതാക്കളെ, യുവജനങ്ങളെ, കുഞ്ഞുമക്കളെ, ഇവാഞ്ചലിയം 2K25 കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും ആദ്യമേ നേരുന്നു. നാം ഒരു സമൂഹമായി ദൈവത്തെ സ്തുതിക്കണം. നമുക്ക് ദാനമായി ലഭിച്ചിട്ടുള്ള കഴിവുകളും കലാപരമായ കഴിവുകൾ മറ്റുള്ളവരുടെ മുൻപിൽ പ്രകടിപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും മറ്റുള്ളവർക്ക് ദൈവത്തെ പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കണം. നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവാനെന്നുള്ള ഒരു ദൗത്യം ഈശോ നമ്മുടെ ശിഷ്യന്മാർക്ക് നൽകി. ഇന്ന് ആ ദൗത്യം നമ്മളിലൂടെയാണ് നമ്മളുടെയും സഭയിലൂടെയും അത് തുടർന്നു കൊണ്ടുപോവുകയാണ്. അപ്പോൾ കലകളിലൂടെ നമുക്ക് ആശയങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനും ഒരു സാമൂഹികമായ ഒരു ഒത്തുചേരുന്ന സമയത്ത് കലകളിലൂടെ കലാരൂപങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും നമുക്ക് സാധിക്കണം. കാരണം ബൈബിളിൽ ഒത്തിരി ഉദാഹരണങ്ങൾ ദൈവത്തെ ആടിയും പാടിയും വാദ്യോപകരണങ്ങൾ വായിച്ചും നൃത്തം ചെയ്തും സ്തുതിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ നമുക്ക് കാണുവാനായി സാധിക്കും. ഫിലിസ്തീനുമായുള്ള യുദ്ധം ജയിച്ച ശേഷം ദാവീദ് രാജാവ് കർത്താവിന്റെ പീഠകം, കർത്താവിന്റെ ഒരു കൂടാരം വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ അതിന് മുന്നിൽ നിന്നുകൊണ്ട് കിന്നരം, തപ്പ്, ചെണ്ട, മുരജം, മറ്റ് വാദ്യോപകരണങ്ങൾ വായിച്ചുകൊണ്ട് പാടിയും നൃത്തം ചെയ്തും ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂതിത്ത് അമ്മോന്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച ശേഷം ദൈവത്തെ കീർത്തനം പാടി സ്തുതിക്കുന്നുണ്ട്. അത് ആ യുദ്ധത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് അവിടുത്തെ സ്ത്രീകൾ തപ്പുകൾ കൂട്ടി നൃത്തം ചെയ്തുകൊണ്ട്
ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചില കഴിവുകൾ ലഭിച്ചിട്ടുണ്ട്. പാടാൻ, വാദ്യോപകരണങ്ങൾ വായിക്കാൻ, നൃത്തം ചെയ്യാൻ. നമുക്ക് നമ്മുടെ ശരീരത്തെ താളാത്മകമായി ചലിപ്പിച്ചുകൊണ്ട് ആശയങ്ങൾ അവതരിപ്പിക്കുവാൻ നൃത്തത്തിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ കലാരൂപങ്ങളിലൂടെ ദൈവത്തെ നമ്മൾ സ്തുതിക്കുമ്പോൾ, അല്ലെങ്കിൽ കലാരൂപങ്ങൾ, ക്രിസ്തീയ കലാരൂപങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് അശുദ്ധാത്മാവ് അകന്നു പോകുന്നുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് തെളിവ് നമുക്ക് ബൈബിൾ തന്നെ കാണാൻ സാധിക്കും. സാവൂൾ രാജാവ് ദൈവത്തിനെതിരായി പാപം ചെയ്തപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ ഉള്ളിൽ നിന്ന് അകന്നുപോയി. അതിനുശേഷം ദൈവം തന്നെ അയച്ച ഒരു അശുദ്ധാത്മാവ് അവന്റെ ഉള്ളിൽ പ്രവേശിക്കുകയും അവനെ അസ്വസ്ഥനാക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോഴാണ് ദാവീദ് കിന്നരം വീട്ടുമായിരുന്നു. ദാവീദിന്റെ കിന്നരം ശ്രവിക്കുമ്പോൾ സാവൂൾ രാജാവിന് ആശ്വാസം ലഭിക്കുകയും അശുദ്ധാത്മാവ് അവിടുന്ന് അവന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുമായിരുന്നു. ഇത് 1 സാമുവേലിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റൊരു സംഭവമാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ത്രേവാസിൽ സുവിശേഷ പ്രഘോഷണം നടത്തിയപ്പോൾ അദ്ദേഹത്തെ കാരാഗൃഹത്തിൽ അടയ്ക്കുന്നുണ്ട്. കാരാഗൃഹത്തിൽ ആയിരുന്നുകൊണ്ട് വിശുദ്ധ പൗലോസ് അപ്പോസ്തലനും സീലാസും കൂടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കീർത്തനം ആലപിക്കുന്നുണ്ട്. ആ സമയത്ത് അത് ശ്രവിച്ചുകൊണ്ടിരുന്ന അത് കാരാഗൃഹത്തോടെ മറ്റുള്ളവർ ശ്രവിച്ചുകൊണ്ടിരുന്നു. ആരും ചെവി അടച്ചു വെച്ചില്ല, അത് ശ്രവിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചാൽ അവിടെ അവിടെ ഒരു ഭൂമികുലുക്കം ഉണ്ടായി. അവിടെ ആ കാരാഗൃഹം വാതിലുകൾ തുറക്കപ്പെട്ടു, ചങ്ങലകളെല്ലാം അഴിഞ്ഞു വീണു. അവിടെ പൗലോസ് അപ്പോസ്തലനും സീലാസും മാത്രമല്ല ബന്ധനത്തിൽ നിന്ന് മോചിതരായത്, ആ കാരാഗൃഹത്തിലുള്ളവരെല്ലാം മോചിതരായെന്നാണ് വചനം പറയുന്നത്. അപ്പോൾ നാം ഒരുമിച്ച് ഒരു സമൂഹമായി ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവിടെ എല്ലാം ദൈവിക സാന്നിധ്യവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ഉണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഒത്തിരി വേദികൾ കലാരൂപങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും മറ്റുള്ളവർക്ക് ദൈവത്തെ പകർന്നു നൽകുവാനും അവസരമുണ്ട്. അതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് നമുക്ക് വിഷമം ഉണ്ടാകണ്ട. അത് അങ്ങനെയുള്ള വേദികളിൽ പോയിരുന്ന് അത് ശ്രമിക്കുവാൻ സാധിക്കുമ്പോൾ തന്നെ അവിടെ ദൈവിക ചൈതന്യം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നിവിടെ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി നമ്മൾ ഇന്നിവിടെ ഉള്ളവരെ നാളെ അവരെ കാണുമ്പോൾ, അയൽക്കാരെ കാണുമ്പോൾ, തൊഴിൽ സ്ഥലങ്ങളിൽ വെച്ച് മറ്റുള്ളവരെ കാണുമ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാം. ബൈബിളിൽ തന്നെ ദൈവത്തെ സ്തുതിക്കുവാനും കലാരൂപങ്ങൾ വഴി ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ ദൈവിക ചൈതന്യം ലഭിക്കുന്ന ഓരോ അനുഭവങ്ങൾ, നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കണം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഒരു കൂട്ടായ്മയായിരുന്നു കൊണ്ട് കലകളിലൂടെ ദൈവത്തെ സ്തുതിക്കാനുള്ള എല്ലാ വേദികളും നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കട്ടെ. പീസ് ഫെസ്റ്റ്, BCC വാർഷികങ്ങൾ, BCC യോഗങ്ങൾ, ഇവാഞ്ചലിയം, മറ്റ് കലാമത്സരങ്ങൾ നടക്കുമ്പോൾ ഇവിടെയെല്ലാം ദൈവത്തെ സ്തുതിക്കുവാൻ, കലാരൂപങ്ങളുടെ ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും മറ്റുള്ളവർക്ക് ദൈവത്തെ പകർന്നു നൽകുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി. സ്വാഗതം ആശംസിക്കാനായി നമ്മുടെ പ്രിയപ്പെട്ട ഉപദേശി ശ്രീ ഗോപി അവരുടെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനമുള്ള അധ്യക്ഷൻ ശ്രീ ബെനഡിക്ട്, ഇന്ന് ഈ വേദി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ആയിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനമുള്ള മോൺസിഞ്ഞോർ വിൻസെന്റ് ടീച്ചറച്ച, അരണച്ച, വേദിയിലിരിക്കുന്ന സഹോദരങ്ങളെ, സദസ്സിലായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഏറ്റവും സന്തോഷവും ഉള്ളൊരു ദിവസമാണ്. കാരണം നിങ്ങളെ കാണുമ്പോൾ തന്നെ വലിയ സന്തോഷം തോന്നുന്നു. ഇത്രയാണെങ്കിലും ഇവിടെ ഒന്നിച്ചു കൂടേണ്ടി വന്നു. തീർച്ചയാണ്. കാരണം വേറെ ഒന്നുമില്ല. നമ്മൾ നോക്കുമ്പോൾ ഒരു BCCയിലുള്ള ആരെയും കുറ്റപ്പെടുത്തുന്നൊന്നുമല്ല, ഒരു BCCയിലുള്ള ആൾക്കാർ പോലും ഇവിടെ ഇരിക്കുന്ന മുഖങ്ങളെ ഞാൻ കാണുമ്പോൾ BCCയിൽ വരുമ്പോൾ നിങ്ങളെല്ലാവരെയും ഞാൻ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാത്രമാണ് സുവിശേഷത്തിന്റെ ആനന്ദം, സന്തോഷം ലഭിച്ചിട്ടുള്ളത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ബാക്കിയുള്ളവർക്കാർക്കും ഇത്രയും വർഷം സുവിശേഷം തുടങ്ങിച്ചു പോയിട്ടും പ്രാർത്ഥിച്ചിട്ടും ഗാനങ്ങൾ ആലപിച്ചിട്ടും അതിന് ആനന്ദം ലഭിച്ചില്ലയോ എന്നുള്ളൊരു സംശയം
കൂടെ ഉണ്ട്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വചനത്തിൽ പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. ഏറ്റവും ഒരു ഉത്തമ ഇതാണ്, നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങളുടെ വാക്കുകൾ എന്നിൽ നിലനിൽക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക എന്ന്. തീർച്ചയായും അതല്ലേ കുടുംബ കൂട്ടായ്മ. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഭവന പ്രാർത്ഥനയാണ് ഞാൻ കാണുന്നത്. ഭവനത്തിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബം എപ്പോഴും ഒരുമയിൽ നിലനിൽക്കുകയും അവർ എത്ര കഷ്ടപ്പെട്ടായിരുന്നാൽ പോലും BCCയിൽ പോവുകയും BCC കൂട്ടായ്മയിൽ പങ്കെടുക്കുകയും അതുവഴി ഇടവക കൂട്ടായ്മയിൽ വന്നിച്ചേരുകയും ചെയ്യും. തീർച്ചയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതമാണ് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത്. തൻ്റെ തിരുശരീരവും തിരുരക്തവും നമുക്ക് പങ്കുവച്ച് തന്നുകൊണ്ട് നമ്മൾ ദൈവിക വിശുദ്ധിയിലേക്ക് വളർത്തുന്ന യേശുക്രിസ്തുവിന്റെ മുഖം ഒരിക്കലും നമ്മൾ വികൃതമാക്കുവാൻ തുനിയരുത്. സ്നേഹമുള്ളവരെ, തീർച്ചയായും അതിന് കുടുംബ പ്രാർത്ഥന, അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് നമ്മളെ കൊണ്ട് കഴിവുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം അവിടെ നിലനിൽക്കും. നിങ്ങൾ അതിലേക്ക് വേണ്ടി ഒരു സമയം കൊടുക്കുക. സാധാരണ 7 മണി സമയം, രാത്രി 10-11 മണി സമയം കൊടുക്കരുത്. കാരണം അപ്പോൾ ഉറക്കത്തിന്റെ ഒരു അസ്വസ്ഥത ഉണ്ടാകും. ഒരു 7 മണി 8 മണി സമയമാകുമ്പോൾ അതിന്റെ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്തു നോക്കി. നിങ്ങൾ സകല കഷ്ടങ്ങളും മാറിപ്പോയി. എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു 7 മണി സമയം കൊടുക്കുക. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം, 7 മണി സമയമാകുമ്പോൾ പരിശുദ്ധ കന്യകാ മാതാവും യേശുനാഥനും സ്നേഹപിതാവും ത്രിയേക ദൈവം അവിടെ ഓർക്കുകയാണ്. നമ്മളുടെ പ്രാർത്ഥന കേട്ട് നമ്മൾ അനുഗ്രഹിക്കുവാൻ വേണ്ടി ചെവി ചായ്ച്ചു നിൽക്കുന്ന ഒരവസരമാണ്. ആ അവസരത്തിൽ നമ്മൾ അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സങ്കടം വരുമോ? ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ മകൾ ഒരു യാത്ര പോയിരിക്കണം, എന്നും അവൾ ഒരു 6 മണിയാകുമ്പം വീട്ടിലെത്തും. സ്ഥിരം 6 മണിയാകുമ്പോൾ വീട്ടിലെത്തും. 6 മണിയാകുമ്പം അന്ന് വന്നില്ല, 7 ആയി വന്നില്ല, മാതാപിതാക്കൾക്ക് കണ്ടെടുപ്പ് ഉണ്ടാവുമോ ഇല്ലയോ? ഉണ്ടാവുമോ? അതുപോലെ തന്നെ ദൈവവും ആ സമയം നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുവാൻ വേണ്ടി, അതുവഴി നമ്മളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി ദൈവം കാത്തു നിൽക്കുന്ന അവസരമാണ്. ആ സമയം നമ്മൾ നഷ്ടപ്പെടുത്തി കളയുകയാണെങ്കിൽ തീർച്ചയായും അവിടുന്ന് വേദനിച്ചാലും സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് പ്രാർത്ഥന ചൈതന്യത്തിൽ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആശംസകൾ അർപ്പിക്കുന്നതിനായി ലീജിയൻ ഓഫ് മേരിയുടെ പ്രസിഡന്റ് ശ്രീമതി അൽഫോൻസയെ ക്ഷണിക്കുന്നു. ആവേ മരിയ, വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ വിശുദ്ധ പെരേറ്റ സാറ്, ബഹുമാനപ്പെട്ട അരുണച്ചൻ, മറ്റു വിശിഷ്ട വ്യക്തികളെ, കുടുംബ യൂണിറ്റിലെ ഇടവക ജനങ്ങളെ, മാതാവിനെ കുറിച്ച് 2 വാക്ക് പറയുക എന്നതാണ് എന്നെ ഏൽപ്പിച്ച ജോലി. അപ്പം മാതാവിനെ കുറിച്ച് പറയുമ്പോൾ, മാതാവ് ജന്മപാപമില്ലാതെ ജനിച്ച ഒരു വ്യക്തിയാണ്. ഇപ്പം മാതാവിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പേരിൽ അറിയപ്പെടുന്നുണ്ട്. മാതാവ് വരപ്രസാദ മാതാ, നിത്യസഹായ മാതാ, വേളാങ്കണ്ണി മാതാ, കാരുണ്യ മാതാ, പിന്നെ ഞങ്ങളുടെ ലീജൻ പ്രസിദ്ധത്തിലെ പേരാണെങ്കിൽ പരിശുദ്ധ ജപമാല രാജ്ഞി. ഇങ്ങനെ ഒരുപാട് പേരുകളിൽ മാതാവിനെ കുറിച്ച് അറിയപ്പെടുന്നുണ്ട്. മാതാവ്, നമ്മുടെ ലീജനസ് മേരിയുടെ മാതാവിന്റെ പേര് അമലോത്ഭവ മാതാവാണ്. അമലോത്ഭവം എന്ന് പറയുമ്പോൾ എന്താണ്, എനിക്ക് അതിനെ പറ്റി പറയാറുണ്ട്. എന്നാലും പാപമില്ലാതെ
ജനിച്ച ഒരു മാതാവ് എന്നത് തന്നെയാണ്. മാതാവ് പല രീതിയിൽ അറിയപ്പെടുന്നുണ്ട്. മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ പല രീതിയിലും പല ഇതിലും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. മാതാവ് വരപ്രസാദ മാതാ, പരിശുദ്ധാത്മാവിൻ്റെ ഉറവിടമാണ് പരിശുദ്ധാത്മ എന്ന് പറയുന്നു. അപ്പം പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ഈ മാസം മെയ് മാസമാണ്. മെയ് മാസം ജപമാല കൂടുതലായി പ്രാർത്ഥിക്കേണ്ട ഒരു മാസമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആനപ്പാറ ഇടവകയിൽ എത്രത്തോളം ആൾക്കാർ ജപമാല പ്രാർത്ഥന വഴി വളരുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഒന്നോ രണ്ടോ യൂണിറ്റുകൾ, കുറച്ച് യൂണിറ്റുകൾ മാത്രമാണ് യൂണിറ്റുകൾക്ക് കൊടുക്കുമ്പോൾ ഈശ്വരീനൊന്ന് ജപമാല ചൊല്ലുന്നത്. അപ്പോഴ് ജപമാലയിലൂടെ ഭക്തിപൂർവ്വം ജപമാല ചൊല്ലുന്നവർക്ക് വിശുദ്ധ ഡൊമിനിക്കിലൂടെ പരിശുദ്ധ കന്യകാമറിയം നൽകിയ 15 വാഗ്ദാനങ്ങളാണ് പറയാൻ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ജപമാല ഭക്തിപൂർവ്വം ചൊല്ലുന്നവർക്ക് എൻ്റെ പ്രത്യേക സംരക്ഷണവും വലിയ കൃപകളും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. 2, എൻ്റെ ജപമാല ഭക്തിപൂർവ്വം ചൊല്ലുന്നവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ സ്വർഗീയ കൃപകൾ ലഭിക്കുന്നതാണ്. 3, സാത്താനീയ ശക്തികൾക്കെതിരെയുള്ള ശക്തമായ ആയുധമായിരിക്കും ജപമാല. ഈ പ്രാർത്ഥന തിന്മകളെ ഇല്ലായ്മ ചെയ്യുകയും പാപത്തിൽ നിന്ന് വിടുതൽ നൽകുകയും പാഷാണ്ഡത ഉന്മൂലനം ചെയ്യുകയും ചെയ്യുന്നു. 4, പുണ്യവും സൽപ്രവൃത്തികളും തഴച്ചു വളരുകയും ആത്മാക്കൾ ദൈവകരുണ പ്രാപിക്കുകയും ചെയ്യും. ലോകമോഹങ്ങളും അതിൻ്റെ മായകളെയും മനുഷ്യഹൃദയങ്ങളിൽ നിന്നും പിഴുതു മാറ്റി അവിടെ നിത്യജീവനോടുള്ള അതിയായ ആഗ്രഹം ജനിപ്പിക്കുന്നു. ജപമാല പ്രാർത്ഥന വിശ്വാസത്തോടും ഭക്തിയോടും അർപ്പിക്കുന്നവർ ഒരിക്കലും നശിച്ചു പോവുകയില്ല. 6, എൻ്റെ ജപമാല ഭക്തിപൂർവ്വം ദിവ്യ രഹസ്യങ്ങളെ പറ്റി ധ്യാനിച്ചുകൊണ്ട് ചെല്ലുന്നവർക്ക് ഒരിക്കലും ദൗർഭാഗ്യമോ ദുർമരണമോ സംഭവിക്കുകയില്ല. ആളുകൾ മാനസാന്തരപ്പെടും. നീതിമാന്മാർ ദൈവകൃപയിൽ ഉണർന്നും പ്രശോഭിപ്പിക്കും. 7, എൻ്റെ ജപമാലയോട് യഥാർത്ഥ ഭക്തിയുള്ളവർ ഒരിക്കലും സഭയുടെ കൂതാശകൾ സ്വീകരിക്കാതെ മരിക്കുകയില്ല. 8, എൻ്റെ ജപമാല ചെല്ലുന്നതിൽ വിശ്വസ്തത പുലർത്തുന്നവർക്ക് അവരുടെ ജീവിതകാലത്തും മരണസമയത്തും ദൈവത്തിന്റെ പ്രകാശവും പ്രസാദഫലങ്ങളും ഉണ്ടായിരിക്കും. അവർ വിശുദ്ധന്മാരുടെ യോഗ്യതയിൽ പങ്കാളികളാവുകയും ചെയ്യും. 9, ജപമാല പ്രാർത്ഥന ഭക്തിയോട് അർപ്പിക്കുന്ന ആത്മാക്കളെ എത്രയും വേഗം ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഞാൻ മോചിപ്പിക്കും. 10, എൻ്റെ ജപമാലയുടെ യഥാർത്ഥ മക്കൾ എല്ലാവരും സ്വർഗീയ സൗഭാഗ്യം അനന്തമായ ആനന്ദവും അനുഭവിക്കും. 11, ജപമാല പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. 12, എൻ്റെ ജപമാല പ്രചരിപ്പിക്കുന്നവർക്ക് അവരുടെ എല്ലാ ആവശ്യങ്ങളിലും എൻ്റെ നിത്യസഹായം ഉണ്ടായിരിക്കും. 13, ജപമാല ഭക്തർക്കെല്ലാം ജീവിതത്തിലും മരണത്തിലും സ്വർഗീയ മധ്യസ്ഥത ലഭിക്കുമെന്ന് എൻ്റെ പുത്രനിൽ നിന്ന് എനിക്ക് വാഗ്ദാനം ലഭിച്ചിട്ടുണ്ട്. വിശ്വസ്തയോടും ഭക്തിയോടും എൻ്റെ ജപമാല ചൊല്ലുന്നവർ എൻ്റെ പ്രിയപ്പെട്ട മക്കളും ഈശോയുടെ സഹോദരരുമായിരിക്കും. 15, എൻ്റെ ജപമാലയോടുള്ള ഭക്തി നിത്യരക്ഷയുടെ അടയാളമായിരിക്കും. എന്നാണ് ഈ ജപമാല പ്രാർത്ഥനയെ കുറിച്ച് ചൊല്ലുന്നവർക്ക് കിട്ടുന്ന ഗുണവിശേഷങ്ങൾ എന്നാണ് ഇവിടെ ഡൊമിനിക്ക് പരിശുദ്ധ കന്യാമറിയത്തിൽ നൽകിയ വാഗ്ദാനങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം പരിശുദ്ധ കന്യാമറിയ അങ്ങനെ പല അനുഗ്രഹങ്ങളും വരപ്രസാദങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ജപമാല പ്രാർത്ഥന കൂടുതലായി എല്ലാവരും കുടുംബങ്ങളിൽ ചെല്ലുന്നത് ഒരു നല്ല അനുഭവമായി മാറും. പിന്നെ മാതാവിനെ കുറിച്ച് പിന്നെ പറയാനുള്ളതാണെങ്കിൽ അതെല്ലാം നമ്മുടെ ഈശോയെ എങ്ങനെയാണ് പരിശുദ്ധ ആത്മാവിലൂടെ ജന്മം നൽകിയതെന്നൊക്കെ നമ്മൾ വളരെ വ്യക്തമായി പ്രസംഗങ്ങളിലൂടെയും ക്രിസ്മസ് സമയങ്ങളിലൊക്കെ മനസ്സിലാക്കുന്നതാണ്. അതുപോയിട്ട് നമ്മുടെ പരിശുദ്ധമ്മ എളിമയുടെ ഒരു അനുഭവമായിരുന്നു. പരിശുദ്ധമ്മയെ കുറിച്ച് പറയുമ്പോൾ എന്താണ് എലിസബത്തിനെ സന്ദർശിക്കാനായിട്ട് പോയിട്ട് അവിടെ വെച്ച് പരിശുദ്ധാത്മാവിന്റെ ഒരു സ്തോത്ര ഗീതം, അത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 46 മുതൽ 56 വരെയുള്ള ഭാഗങ്ങളില് സതങ്ങളുടെ അഴകുള്ളവളും സൂര്യനെ പോലെ ശോഭയുള്ളവളും അടുത്തിരുന്ന സൈന്യം പോലെ ഭയം ജനിപ്പിക്കുന്നവളുമായ എന്ന് പറഞ്ഞ ആ ഒരു സ്തോത്ര ഗീതം
വളരെ ഒരു പ്രാർത്ഥനയാണ്. അത് നമുക്ക് എല്ലാവർക്കും ലീജനിൽ പറയുന്നതാണെങ്കിൽ അത് ദിവസം പ്രതി ചൊല്ലണമെന്നാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ആ ഒരു വചനമാണ് അത് പറയുന്നതിലൂടെ വളരെ അർത്ഥം ഉണ്ടാകും. അതെല്ലാവർക്കും കുറച്ചുകൂടെ വ്യക്തമായി ഒരു നല്ല പ്രാർത്ഥനയായി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ പരിശുദ്ധ കന്യാമറിയത്തെ വിശ്വാസികൾക്ക് അനുകരണീയ മാതൃകയായി സഭ എടുത്ത് കാണിച്ചിട്ടുള്ളത് അവൾ നയിച്ച അതേ ജീവിതം നയിക്കാൻ വേണ്ടിയല്ല, അവൾ ജീവിച്ച അതേ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം ഇന്നൊരിടത്തും ഇല്ലല്ലോ. അവളെ മാതൃകയായി ഉയർത്തി കാണിക്കുന്നത് അവൾ തന്റെ ജീവിതത്തിൽ ദൈവത്തെ എപ്രകാരം ഉത്തരവാദിത്വപൂർവം സ്വീകരിച്ചു എന്നതുകൊണ്ടും സേവന ചൈതന്യവും ഉപവിയുടെ അരൂപിയും അവളുടെ പ്രവർത്തനത്തിനുള്ള പ്രേരക ശക്തിയായിരുന്നു എന്നതുകൊണ്ടുമാണ് അവൾ അനുകരണീയാണ്. കാരണം ക്രിസ്തു ശിഷ്യരിൽ പ്രഥമ ഗണനീയയും ഏറ്റവും സമ്പൂർണയുമായിരുന്നല്ലോ അവൾ. ഇതൊക്കെ അവൾക്ക് ശാശ്വതവും സർവലൗകികവുമായ മൂല്യം നൽകുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ആദ്യമായിട്ടാണ് ഒരു വേദിയിൽ ഇങ്ങനെ മാതാവിനെ കുറിച്ചായാലും എന്തിനായാലും പറയുന്നത്. എങ്കിലും എനിക്ക് വലിയ അറിവുകളൊന്നും ഇല്ല. ഇത്രയും പറയാനൊരു അവസരം തന്നതിന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധമ്മ എല്ലാവരെയും ജപമാല പ്രാർത്ഥനയിലൂടെയും ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്തുവിനെയും സഭയെയും സേവിക്കുക എന്ന ലക്ഷ്യത്തോടെ പൗരോഹിത്യത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച നെയ്യാറ്റിൻകര രൂപത വികാരി ജനറൽ, കുരിശുമന ഡയറക്ടർ, നമ്മുടെ പ്രിയപ്പെട്ട ഇടവക വികാരി എന്നീ നിലകളിൽ സേവനമനുഷ്ഠിക്കുന്ന റൈറ്റ് റവറൻഡ് മോൺസിഞ്ഞോർ വിൻസെന്റ് കെ പീറ്റർ അച്ഛനെ സുവിശേഷ ആനന്ദം കലകളിലൂടെ ഇവാഞ്ചലിയൻ 2025 ത്യാഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഹാർദമായി ക്ഷണിക്കുന്നു. സമ്മേളനത്തിൽ അധ്യക്ഷനായിരിക്കുന്ന ശ്രീ ബെനഡിക്ട് എപ്പോഴും ആശംസകളും അർപ്പിച്ച ശ്രീമതി ശശി, ശ്രീമതി ശ്രീജ, അഡ്വക്കേറ്റ് രാജു, ശ്രീമതി ബിനുറാണി, ശ്രീമതി സജിത, ശ്രീമതി അൽഫോൺസ, സ്വാഗതം ആശംസിച്ച ശ്രീമതി റെജി ജോർജ്. നിങ്ങൾ ത്യാഗം 2025 പ്രോഗ്രാമിൽ പങ്കെടുക്കുകയാണ്. 30 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെയാണ് ഈ ത്യാഗം പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 30 വയസ്സിന് മുകളിലോട്ട് എടുക്കുന്ന വ്യക്തികളുടെ ത്യാഗത്തെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തുമാത്രം ത്യാഗമാണ് നിങ്ങൾ എടുത്തുകൊടുക്കുന്നത്. ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവാക്കുമ്പോൾ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞ് അമ്മയെ ചവിട്ടും എന്ന് ഞാൻ മനസ്സിലാക്കിയത് 5 വർഷം മുമ്പാണ്. ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീ എന്നോട് പറയുന്നുണ്ടായി, ഇവൻ എൻ്റെ വയറ്റിൽ കിടക്കുന്ന ഇവൻ എന്നെ എന്നും ചവിട്ടും. ശരിയാക്കിട്ടെന്ന് അറിയത്തില്ല. ശരിയാണോ? ശരിയാണ്. ഓരോ ചവിട്ട് കേൾക്കുമ്പോൾ അമ്മ എടുക്കുന്ന ഒരു ത്യാഗമുണ്ടെന്ന് എന്നതാണ്. കുഞ്ഞ് പ്രസവിച്ചതിന് ശേഷം ആ കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ വേണ്ടി അമ്മമാര് സഹിക്കുന്ന ത്യാഗം ഈ അടുത്ത കാലത്താണ് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ ചേച്ചിയുടെ മകൻ വിവാഹം കഴിച്ച് വീട്ടിൽ താമസിക്കുന്ന സമയത്ത് 2 കുട്ടികളെ വളർത്തിയെടുക്കാൻ വേണ്ടി ആ അമ്മയും അപ്പനും കൂടെ അനുഭവിക്കുന്ന ത്യാഗം എന്താണെന്ന് ഞാൻ പറഞ്ഞൊക്കെ പൂർത്തീകരിച്ച് വന്ന് വീട്ടിൽ പലപ്പോൾ സന്ദർശിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അമ്മ എത്രത്തോളം അല്ലെങ്കിൽ അപ്പൻ എത്രത്തോളം ത്യാഗത്തോടു കൂടിയാണ് മക്കളെ നോക്കുന്നത്. അമ്മയ്ക്ക് ഉറക്കമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറക്കമില്ല. മക്കൾ എണീക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണ് അങ്ങോട്ട് പോകണം, മുറ്റത്തിറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ കിടക്കുന്ന സമയത്ത് ഉരുളുന്ന സമയത്ത്
എപ്പോഴും അമ്മയുടെ മനസ്സ് കുട്ടിയിലേക്കായിരിക്കും. ശരിയാണോ തെറ്റാണോ? തെറ്റാ? ശരിയാണ്. അപ്പോൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന മുമ്പും പ്രസവിച്ചതിന് ശേഷവും ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ വേണ്ടി ഒരമ്മ അനുഭവിക്കുന്ന ത്യാഗം, അമ്മയോടൊപ്പം ചേർന്ന് നിന്ന് ത്യാഗം അനുഭവിക്കുന്ന അപ്പന്മാരോട് എല്ലാവരും കാണില്ല. കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനെ വളർത്തേണ്ടത് അമ്മയുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് ഇട്ടുകൊടുത്തിട്ട് മാറി നിൽക്കുന്ന ആണുങ്ങൾ ഉണ്ട് എന്നതാണ്. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ നിന്റെ കുഞ്ഞിനെ എത്തിച്ചു തന്നു, നീ വളർത്തുകയോ വളർത്താതിരിക്കുകയോ ചെയ്യോ. അപ്പോഴും അമ്മ എടുക്കുന്ന ത്യാഗം. എൻ്റെ കയ്യിൽ ഈ മഹാൻ തന്നിന്റെ ഒരു കുഞ്ഞിനെ അവനെ വളർത്തിയെടുക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ത്യാഗം അനുഷ്ഠിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പണിയിടേണ്ടി വന്നിട്ടും അധ്വാനം കഴിഞ്ഞ് വന്നിട്ടും കുഞ്ഞിനെ താലോലിച്ച് ആ കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നല്ല അപ്പന്മാരുണ്ട് എന്നുള്ളതാണ്. നല്ല അപ്പന്മാര് 6-7 മണിക്കൂർ പുറത്തുപോയി പണിയെടുത്ത് നെറ്റിയിൽ വീർപ്പുകൊണ്ട് അല്പം അധ്വാനിച്ചിട്ട് വരുന്ന സമയത്ത് വീട്ടിൽ വന്ന് കുഞ്ഞും അമ്മയായിട്ടിരിക്കുന്ന അമ്മയെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അപ്പന്മാരുണ്ട് എന്നുള്ളതാണ്. അങ്ങോട്ട് നോക്കുന്ന സമയത്ത് കുഞ്ഞ് വളർന്നു വരുന്ന സമയത്ത് അവർക്ക് വേണ്ടുന്ന തലയ്ക്ക് എണ്ണ, അവർക്ക് വേണ്ടുന്ന സോപ്പ്, അവർക്ക് വേണ്ടുന്ന പൗഡർ, കോസ്മെറ്റിക് ഐറ്റംസ് എല്ലാം വാങ്ങിച്ച് കൊടുത്ത് ഒരുക്കി വളർത്തി 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 1 വയസ്സായോ, കൈ വളർന്നോ, കാല് വളർന്നോ, മൂക്ക് വളർന്നോ, നാവ് വളർന്നോ എന്നൊക്കെ നോക്കി ആദ്യം തുറക്കുന്ന സമയത്ത് ആദ്യം അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാകുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി തുറന്നതിന് ശേഷം അമ്മ എന്ന് പറയുമ്പോഴാണ്. അയ്യോ എൻ്റെ മോൻ അമ്മ ഫോട്ടോയിട്ടതാണ്. അപ്പോൾ എൻ്റെ മകനും എൻ്റെ മകള് എന്നെ ആദ്യം അമ്മ എന്ന് വിളിക്കും. അപ്പോൾ ചേട്ടൻ വീട്ടിൽ വരുന്ന സമയത്ത് ഈ അമ്മ പറഞ്ഞു കൊടുക്കും, ഇന്ന് എൻ്റെ മോള് എന്നെ ഇന്ന് അപ്പ എന്ന് വിളിച്ചിട്ടുള്ളതാണ്, അല്ല അമ്മ എന്ന് വിളിച്ചതാണ്. ഈ അപ്പ എന്ന് വിളിക്കാൻ ഒത്തിരി സമയം എടുക്കണം. അപ്പം പറഞ്ഞു കൊടുക്കണം, അമ്മ പറഞ്ഞു കൊടുക്കണം, മോനെ ഇതാ വരുന്നില്ല അപ്പൻ, അപ്പൻ വിളിക്കടാ മോനെ, വിളിക്കടാ മോളെ അപ്പ എന്ന് പറഞ്ഞ് അവൻ ജോലി കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയെ അവരെന്ത് ചെയ്യും? അപ്പ എന്ന് വിളിക്കും എന്നുള്ളതാണ്. അങ്ങനെയാണ് ഒരു വിളി, അപ്പൻ എന്നുള്ള വിളി കേൾക്കാൻ വേണ്ടി എത്ര വർഷം കാത്തിരിക്കുമെന്ന് അറിയാമോ? ഒരു അപ്പൻ എത്ര വർഷമില്ല, അത് 6 മാസം 7 മാസം കാത്തിരിച്ചതിന് ശേഷമാണ് കുട്ടി അപ്പൻ എന്നൊക്കെ വിളിക്കുന്നത്. അത് അമ്മ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ചാണ്. അമ്മ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഒരപ്പനെയും കുട്ടികളൊന്നും വിളിക്കില്ല, അപ്പ എന്ന് വിളിക്കില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ മോനെ എടുത്ത് വെച്ചിട്ട് ശ്രദ്ധിക്കണം, മോനെ എന്റെ അപ്പ അപ്പ എന്ന് തിരിഞ്ഞത് കുട്ടികൾ വിളിക്കില്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പോൾ ഒരപ്പന്റെ നെഞ്ച് പിടയുന്നെന്ന് എനിക്ക് അറിയത്തില്ല. ഇതുവരെയും അവൻ അല്ല കൊച്ചുകുട്ടി അമ്മ അമ്മ എന്ന് വിളിക്കുന്നു. ഞാൻ രാപ്പകൽ അധ്വാനിച്ച് നെറ്റിയിലെ വിയർപ്പ്, കണ്ണിന് അധ്വാനം, ശരീരവേദന, ത്യാഗം ഇതൊക്കെ അനുഭവിച്ചിട്ട് പോലും ഈ മകൻ എന്നെ അപ്പ എന്ന് വിളിക്കുന്നില്ലല്ലോ എന്നുള്ള ആ നെഞ്ചിന്റെ പിടയിൽ ആർക്ക് മാത്രമേ അറിയാവൂ? അപ്പന് മാത്രമേ അറിയാവൂ എന്നതാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ്. ഒരു കുഞ്ഞ് വളർന്നു വരുന്ന സമയത്ത് ആ കുഞ്ഞിനെ പോറ്റി വളർത്താൻ വേണ്ടി അധ്വാനിക്കുന്ന അപ്പൻ, അല്ലെങ്കിൽ ശ്രമിക്കുന്ന അമ്മ, ഇവിടെ എല്ലാം നമുക്ക് എന്താണുള്ളത്? 30 വയസ്സ് കഴിഞ്ഞതിന് ശേഷം അതിന് മുമ്പ് എപ്പോഴുള്ളത് ത്യാഗം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിനെക്കുറിച്ച് ആരും ബോധവാന്മാരല്ല എന്നുള്ളതാണ്, ബോധവതികളല്ല എന്നുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന 90 വയസ്സായ അല്ലെ 80 വയസ്സായ നമ്മൾ ജോസഫ് ചേട്ടനെ പോലും ആരുണ്ട്? അപ്പനമ്മയും ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഈ അപ്പ അമ്മ എന്ന് പറയുമ്പോൾ അതിന്റെ കുഞ്ഞ് കാര്യങ്ങളിലേക്ക് അദ്ദേഹത്തിന് മനസ്സ് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും ആരുണ്ട്? അപ്പനും അമ്മയുണ്ട്. ഈ അപ്പനും അമ്മ അനുഭവിക്കുന്ന ത്യാഗം, വിശുദ്ധമായ ആ സ്നേഹം മക്കള് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു വേദി വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ ത്യാഗം എന്നുള്ള പ്രോഗ്രാം ഇവിടെ എഴുതുന്നത്. നിങ്ങൾ ഡാൻസ് പ്രോഗ്രാമോ ആട്ടുംപാട്ടും കാണാനില്ല, കേൾക്കാനല്ല, പിന്നെന്താണ് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മക്കളോട് പറയാനുണ്ട്. അപ്പോൾ അവർക്കത് പറഞ്ഞു കൊടുക്കാനും അവരെ മനസ്സിലാക്കാനും, നിങ്ങൾ പാടുന്ന സമയത്ത്, നിങ്ങൾ ഡാൻസ് കളിക്കുന്ന സമയത്ത് കുട്ടികൾ മനസ്സിലാക്കും, ഞാൻ മാത്രമല്ല, മക്കളെ ഞങ്ങൾക്ക് മാത്രമല്ല, എൻ്റെ അപ്പനും എൻ്റെ അമ്മച്ചിക്കും എൻ്റെ അപ്പൂപ്പനും ഒക്കെ പാട്ട് പഠിക്കാനും പാട്ട് പാടാൻ ഡാൻസ് കളിക്കാനും സാധിക്കുമെന്ന് കഴിയുന്ന സമയത്ത് ആ അമ്മച്ചിയോടും അപ്പനോടും ചെറുമക്കൾക്ക് എന്ത് ചെയ്യും? സ്നേഹം കൂടുമോ പറയുമോ? കൂടും എന്നുള്ളതാണ്. കൂടുന്നുണ്ട്, അവരുടെ സ്നേഹം കൂടും. അപ്പൊ നിങ്ങളോടുള്ള ഈ മൃദുലയ്ക്കുള്ള സ്നേഹം നിങ്ങളുടെ ചെറുമക്കൾക്ക്, നിങ്ങളുടെ മക്കൾക്ക് കൂട്ടിയെടുക്കുന്നതിലേക്ക് വേണ്ടിയാണ്
ഈ ത്യാഗം എന്നുള്ള പ്രോഗ്രാം നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ ത്യാഗം എന്നുള്ള പ്രോഗ്രാമിലൂടെ നിങ്ങൾ വളരെ വലിയ ഒരു 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 വളർച്ചയിലേക്ക് നമ്മുടെ ഇടവക സമൂഹത്തെയും കുടുംബത്തെയും കൊണ്ടുവരുന്നതിലേക്ക് പരിശ്രമിക്കും. കാരണം ഇന്ന് നമ്മുടെ ജനങ്ങളുടെ മനസ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന മനസ്സാണ്. ഞാൻ എന്തിന് അവനെ കേൾക്കണം, ഞാൻ എന്തിന് അവളെ കേൾക്കണം എന്നുള്ളൊരു മനോഭാവമുണ്ട്. ആർക്കും എളിമപ്പെടുവാൻ വിനയപ്പെടുവാൻ സമയമില്ല, താല്പര്യമില്ല. ഞാൻ 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 എന്ന് പറയുന്നത് എന്തിൻ്റെ അവസ്ഥയെന്ന് ഉപദേശിച്ച് ഈഗോയിസ് എന്ന് പറയും. ഈഗോയിസ്, അഹങ്കാരം. അഹങ്കാരം ആരെയും അംഗീകരിക്കില്ല. നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ പാവപ്പെട്ടവരെ പാദം കഴുകി അവരെല്ലാം അംഗീകരിച്ച ഒരു വ്യക്തിയാണ്. പാവപ്പെട്ട ജനങ്ങളെ തിരഞ്ഞെടുത്ത് അവരെല്ലാം നേതൃത്വത്തെ കൊണ്ടുപോകും. അതേ ഒരു മോഡൽ തന്നെയാണ് ഫ്രാൻസിസ് പാപ്പ കാണിച്ചിരുന്നത്. മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകുന്ന പാവപ്പെട്ടവർ അതേ സ്ത്രീകളുടെ പാദങ്ങൾ കഴുകുന്ന. അപ്പോൾ ഈ പാദം കഴുകുന്ന ഒരു ശുശ്രൂഷ, ഒരു നേതൃത്വം നമ്മൾ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അതായത് ഒരു വ്യക്തി നേതാവാകുന്നത് തന്റെ അഹങ്കാരത്തിലല്ല, മറിച്ച് ശുശ്രൂഷയിലാണ്, സർവീസ് ചെയ്തിലാണ് ഒരു വ്യക്തി വലിയവരാകുന്നത്. അതുകൊണ്ട് എല്ലാവരുമല്ല, നമ്മുടെ ബിസിനസ് നല്ല നേതാക്കന്മാരെ കൊണ്ട് നമ്മുടെ ബിസിനസ്സിൽ നിങ്ങൾ ആ സർവീസ് ലീഡർഷിപ്പ് അത് മനോഹരമാക്കി കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കാം. ആരും വന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പരിഭവം നടിക്കേണ്ട. ഉള്ളവർ വെച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് 2 or 3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്ന സമയത്ത് അവരുടെ മധ്യേ ആരുണ്ട്? യേശു ക്രിസ്തുവുണ്ട്. കർത്താവിന്റെ നാമത്തിൽ 2 or 3 പേർ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ കർത്താവുണ്ട് എന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് അവിടെ കൂടെയുണ്ട്. പക്ഷെ വന്നിരുന്നതിന് ശേഷം പരിഭവങ്ങളൊക്കെ പറയാതെ അവിടേക്ക് പുറത്തിറക്കി നീക്കുള്ള നന്മ നല്ലൊരു പാഠത്തോടെ പോകാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെ ഒരു ബേസിക് ഹ്യൂമൻ എലമെന്റ് സംവിധാനം നമ്മുടെ ബിസിനസ്സിലേക്ക് രൂപപ്പെട്ടു വരാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അതിലേക്ക് വേണ്ടി നമുക്ക് പരിഗണിക്കാം. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞാൻ ശ്ലാഘിക്കുന്നു. പ്രത്യേകിച്ച് വിവിധ ശുശ്രൂഷകളിൽ വിവിധ സംഘടനകളിൽ BCCകൾ നേരത്തെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നത് വലിയ വലിയ ഒരു ചുമതലയാണ്. അതൊക്കെ ഈസിയായിട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ പ്രവർത്തനത്തിലൂടെ പണ്ടൊക്കെ ആണെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ നമ്മളെ വിഷമിക്കും. ഇപ്പോൾ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമമൊന്നുമില്ല. കാരണം എത്രയും കേട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ലീഡർഷിപ്പിന്റെ ക്വാളിറ്റിയാണ്. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ വളർത്തിയെടുക്കുക. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴാണ് നമ്മളെ കുറച്ചുകൂടെ വളർത്തുന്നത്. കേട്ടല്ലോ, ആരും ഒന്നും പറഞ്ഞില്ലെങ്കിൽ എന്തിനില്ല, നമ്മളെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞു ആരെങ്കിലും. അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറയാൻ പാടും നിങ്ങളെ കുറിച്ച്. കേട്ടല്ലോ, പറയുമ്പോൾ ഇങ്ങോട്ട് ചൂണ്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കും. അങ്ങോട്ട് ഇങ്ങോട്ട് ചൂണ്ടുന്ന വ്യക്തിയുടെ 4 പേര് എങ്ങോട്ടാണ് ചൂണ്ടുന്നത്? 4 പേര് എങ്ങോട്ടാണ്? അപ്പോൾ നമ്മളെ ഒരു കാര്യം നമ്മളെ കുറ്റം അങ്ങോട്ട് ചൂണ്ടുന്ന സമയത്ത് 4 കുറ്റം ആ ചൂണ്ടുന്ന വ്യക്തികൾക്ക് വ്യക്തമായിട്ട് കണ്ടെത്താൻ സാധിക്കും. കേട്ടല്ലോ, ഒന്ന് അങ്ങോട്ട് ചൂണ്ടുമ്പോൾ 4 കുറ്റങ്ങൾ. പക്ഷെ നമ്മളത് പറയാൻ പോകേണ്ട ആവശ്യമില്ല. അത് ആരും നോക്കിക്കൊള്ളും. കർത്താവ് നോക്കും. അങ്ങനെ കർത്താവ് കഴിവുള്ള ശക്തിയുള്ളവരാണ്. നിങ്ങൾ അവൾ 4 കാര്യം പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. അവരൊക്കെ നമ്മൾ ആവേണ്ട ആവശ്യമില്ല. അവൻ ചൂണ്ടിക്കോട്ടെ, അല്ല അവൾ ചൂണ്ടിക്കോട്ടെ. അതുകൊണ്ട് നിങ്ങളത് നേരെ ഇതൊക്കെ കേൾക്കാതെ പോവുക. നമുക്ക് ആരെങ്കിലും 10 രൂപ നീട്ടുകയാണ്. 10 രൂപ മോളെ ഇത് പിടിക്ക്, 10 രൂപ മോളെ ഇത് പിടിക്ക്, 10 രൂപ. ആ 10 രൂപ നിങ്ങളുടെ സ്വന്തമാകുന്നത് എപ്പോഴാണ്? അത് വാങ്ങുമ്പോഴാണ്. അത് വാങ്ങിയില്ലെങ്കിൽ ആരുടെ കയ്യിൽ തന്നെയിരിക്കും? ആ ഭക്ഷണം ഇട്ടുന്ന വ്യക്തി തന്നെയിരിക്കും. അതുകൊണ്ട് ചിലരൊക്കെ നിങ്ങളെ വെറുതെ ഇങ്ങനെ ഇളക്കാൻ വേണ്ടി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും പറഞ്ഞ് ഇളക്കി വിടും. ആ ഇളക്കി വിട്ട വ്യക്തിയുടെ ദുഷിച്ച സ്വഭാവമാണ് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് അതിന് കേൾക്കാതെ വിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കേട്ടല്ലോ, അതേ 10 നിമിഷം നീട്ടുന്നവരാണ്. നമ്മൾ എടുത്തു തരുന്നത് ആരുടെ ആയിത്തീരുന്നു? നമ്മുടേതായിത്തീരുന്നു. ആ പറഞ്ഞ വ്യക്തി വിജയിച്ചു. കാരണം അവർക്ക് ഏറ്റു. ആളുകൾ പറയുകയാണ്, നിങ്ങളെ എവിടെയാ പോകുന്നത്? നിങ്ങൾ കർത്താവിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുക. കേട്ടല്ലോ, അതുകൊണ്ട് അടിക്കുന്ന കാലിലേക്ക് എന്ത് ചെയ്യാൻ പോകരുത്? നേടി കിട്ടാൻ വേണ്ടി പോകരുത്. നിങ്ങൾ കാറ്റിനെ അതിജീവിച്ച് പോകുന്ന ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോകുക. അതാണ് നേതൃത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളെക്കുറിച്ച് കുറ്റങ്ങളും കുറവുകളൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തോ ഉണ്ട്. നമ്മളെപ്പോഴും കല്ലറിയുന്നത് മാങ്ങയുള്ള മാവിലാണോ മാങ്ങയില്ലാത്ത മാവിലാണോ? മാങ്ങ ഉണ്ടെങ്കിലേ കല്ലറിയുള്ളൂ. ഏതെങ്കിലും ഒറ്റപ്പെട്ടിരിക്കുന്ന മാവിൽ പോയി എറിയുമോ? എറിഞ്ഞാൽ ആരുടെ കുഴപ്പമാണ്? എറിയുന്നവന്റെ കുഴപ്പമാണ്, ഇല്ലേ? അവന് ബട്ട് ആണെന്ന് പറയും. ആരെങ്കിലും ബട്ടന്റെ കൂടെ പോയി എന്തെങ്കിലും സംസാരിക്കുമോ? തോളിലൊരു വട്ടം നിൽക്കുകയാണ്, അവനോട് പോയി എന്തിനാ വട്ട എന്ന് ചോദിക്കുമോ? അതിനേക്കാണ് വട്ടാൻ ആര്?
ഈ ജോലിക്ക് ലഭിക്കും. അതുകൊണ്ട് വട്ടനേക്ക് അങ്ങ് വെറുതെ വിടുക. ഇങ്ങനെ വട്ടത്തരം കാണിക്കുന്ന ആൾക്കാരെ എന്ത് ചെയ്യണം? നിങ്ങൾ അങ്ങ് വെറുതെ വിടില്ല. അത് കർത്താവിൻ്റെത്. നിങ്ങൾ കർത്താവിനോടൊപ്പം നടക്കുക, അല്ലെ വട്ടന്മാരോട് നടക്കാൻ വേണ്ടിയുള്ളൂ, അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറ്റത്തോട് നടക്കരുത്. നിങ്ങൾ ആരോട് നടക്കണം? കർത്താവിനോട് കൂടെ നിങ്ങൾ വിശുദ്ധി പ്രാപിക്കണം, ശക്തി പ്രാപിക്കണം. കേട്ടല്ലോ? അങ്ങനെ ശക്തി പ്രാപിക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യം എങ്ങോട്ട് പോകണം ആര് കാണിച്ചു തരും? കർത്താവിനെ കാണിച്ചു തരും. നമ്മൾ വെറുതെ നിന്നാൽ മതി, കർത്താവിനെ കാണിച്ചു തരും. അതെ ഇതേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കർത്താവിനെ വിഷമമൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്കുള്ള തരാൻ ആർക്കറിയാം? കർത്താവിനറിയാം. നിങ്ങൾ കർത്താവിനുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് അത് വേണ്ട സമയത്ത് ആര് തരും? കർത്താവ് തരും. അതുകൊണ്ട് ആരെ കൂടെ നടക്കേണ്ടത്? നിങ്ങൾ കർത്താവിന്റെ കൂടെ നടക്കണം. ഒരുമിച്ചുള്ള സഞ്ചാരം പരിശുദ്ധ പിതാക്കന്മാർ പറഞ്ഞു വരുന്നുണ്ട്. ഈ പുതിയ പിതാവ് പറഞ്ഞു വരുന്ന ഒരുമിച്ചുള്ള സഞ്ചാരം, ഈ സഞ്ചാരമൊക്കെ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ത്യാഗം അനുഷ്ഠിച്ചു നിൽക്കുന്ന വ്യക്തികൾ, ത്യാഗം എടുക്കുന്ന വ്യക്തികൾ മറ്റുള്ളവർക്ക് അങ്ങോട്ടൊന്നും ചുമതല സംസാരിക്കാൻ പോകില്ല, സ്വയം ഏറ്റെടുത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ അമ്മമാരും അപ്പന്മാരും ഒക്കെ ത്യാഗം ഏറ്റെടുക്കുന്നവരാണ്. ആ ത്യാഗം നിങ്ങൾക്ക് പുണ്യമായി തീരട്ടെ, നിങ്ങൾക്ക് വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടി സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ത്യാഗം അല്ലാതെ പോകുന്ന ഒരു വ്യക്തി ഇങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ട് പറഞ്ഞിരിക്കുന്ന ത്യാഗമല്ല, ഒരാൾ ഇങ്ങോട്ട് അടുക്കുമ്പോൾ അങ്ങോട്ട് അടുക്കുന്ന ത്യാഗമല്ല, നമ്മൾ ആവശ്യമുള്ള വരുത്തി നിൽക്കുന്ന അസമാധാനം ത്യാഗമൊന്നുമല്ല, മറിച്ച് നന്മയ്ക്ക് വേണ്ടി, ദൈവീയതയ്ക്ക് വേണ്ടി, മനുഷ്യത്തിന് വേണ്ടി, മാനവികതയ്ക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി അനുഭവിക്കുന്ന ഓരോ സഹനവും അത് ത്യാഗമാണ്. ആ ത്യാഗം വിശുദ്ധിയുള്ളതാണ്, അത് വിശുദ്ധിയിൽ കാണിക്കുന്നത്. അങ്ങനെ പോകാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ത്യാഗം 2025 ഈ പൊതുസമ്മേളനം ഞാൻ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുക. താങ്ക് യു അച്ഛ. സുവിശേഷാനന്ദ കലകളിലൂടെ ഇവാഞ്ചലിയം 2K25 ത്യാഗം ഈ പൊതുസമ്മേളനം നന്ദി അർപ്പിക്കുന്നതിനായി നമ്മുടെ ഇടവകയുടെ അക്കൗണ്ട് ശ്രീ ഷൈൻ സാറിനെ ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹബഹുമാനമുള്ള ഇവാഞ്ചലിയം 2025 ത്യാഗം പ്രോഗ്രാമിന്റെ അധ്യക്ഷമായിരിക്കുന്ന ശുശ്രൂഷ കോർഡിനേറ്റർ ശ്രീ ഗാന്ധി സാർ, സ്നേഹബഹുമാനമുള്ള നമ്മുടെ ഇടവക വികാരി മോൺസിഞ്ഞോർ വിൽസൺ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, സ്നേഹമുള്ള ഇടവക കുടുംബാംഗങ്ങളെ, മക്കളെ, വളരെ അർത്ഥവത്തായ പ്രോഗ്രാമുകളിലൂടെ ഇടവകയുടെ ഹ്യൂമൻ റിസോഴ്സ്, മാനുഷിക വിഭവം വളരെയധികം നമ്മുടെ വിഭവത്തിന്റെ മൂല്യത ഒട്ടും ചോർന്നു പോകാതെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് നടത്തുന്ന ഇവാഞ്ചലിയം 2025 നമ്മുടെ ഇടവകകാരിയുടെ ഭാവനയും അതുപരി നമ്മുടെ ഇടവക ജനങ്ങളുടെ കലാശേഷി, കലാമൂല്യങ്ങൾ എത്രമാത്രം അത് ഊതി തെളിച്ച് കത്തിച്ച് തിളക്കമുള്ളതാക്കി മാറ്റുവാൻ വേണ്ടി സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണ ഘട്ടം കൂടിയാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ നമ്മുടെ ഇടവക ജനങ്ങൾ പരാജയപ്പെട്ടു തന്നെ പറയാം. കാരണം ഈ പ്രോഗ്രാമിലെ പങ്കെടുക്കേണ്ട 90% ആൾക്കാർ പങ്കെടുത്തില്ല. അപ്പോൾ നമ്മുടെ അച്ഛൻ്റെ അനുഭവ സമൂഹത്തോടു കൂടി നമ്മുടെ ഇടവകയിലെ കലാമൂല്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ നേരത്തെ നമ്മുടെ സിജിത് സാർ പറഞ്ഞതുപോലെ നമ്മുടെ നാളത്തെ നമ്മുടെ പ്രവർത്തന മേഖലകളിലും നമ്മുടെ കുടുംബയോഗങ്ങളിലും ആൾക്കാരുടെ മേലെ പറഞ്ഞ് വരുന്ന വർഷത്തെ ഇവാഞ്ചലിയം കുറച്ചുകൂടെ മാറ്റുരയ്ക്കുന്നതാക്കി മാറ്റുവാനും സർവകലാശാല പ്രവർത്തനം അനുഗ്രഹിക്കുന്നതിന് പ്രാപിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് നടക്കുകയാണ്. ഈ ഇവാഞ്ചലിയം 2025 സുവിശേഷ ആരംഭം കലകളിലൂടെ ധ്യാനം പ്രോഗ്രാമിന്റെ ഈ പ്രോഗ്രാമിന് നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി നന്ദി അർപ്പിക്കേണ്ടത് ത്യാഗം 2025
അധ്യക്ഷപദം അലങ്കരിച്ചിരിക്കുന്ന നമ്മുടെ ബഹുമാനമുള്ള ശുശ്രൂഷ കോർഡിനേറ്റർ ശ്രീ സാറിനാണ്. നമ്മുടെ ഇടവകയുടെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും എല്ലാ ശുശ്രൂഷ സമിതികളെയും ഒരുമിപ്പിച്ച് ഒരു കുടക്കീഴിലാക്കി വളരെ തങ്കത്തോടുകൂടി എല്ലാ സമിതികളുടെയും പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ ശ്രദ്ധിച്ചുകൊണ്ട് പ്രവർത്തനം മധ്യവഹിച്ച് നടക്കുന്ന സമിതികളെ ജീവൻ നൽകിക്കൊണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ട് ഈ ഇവാഞ്ചലിൽ 2025 തുടക്കം മുതൽ കുഞ്ഞുനാള പ്രോഗ്രാമുകൾ ഇത് ഈ ത്യാഗം വരെ വളരെ ആത്മാർത്ഥതയോടുകൂടി വളരെ ഒരു പരിശ്രമവും ഒരു വിശ്രമമില്ലാതെ അഗാധമായി പരിശ്രമിച്ചുകൊണ്ട് ഈ പരിപാടി വളരെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച നമ്മുടെ ബഹുമാനമുള്ള ശുശ്രൂഷ കോർഡിനേറ്റർ ശ്രീ സാറിനെ എൻ്റെ പേര് യുവാഞ്ചിയിൽ 2025 പേര് കൃത്യമായി സ്വാഗതം ചെയ്യും കൃത്യമായി അറിയിക്കുന്നു. അടുത്തതായി നിർദ്ദേശിക്കേണ്ടത് നമ്മുടെ ഈ യുവാഞ്ചിയിൽ 2025 ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ എല്ലാവരും ഉണ്ടായിരിക്കാം. ഞാൻ തുടക്കത്തിലെ പറഞ്ഞു, ഒട്ടനവധി ആശയങ്ങളുടെ കലവറയാണ് നമ്മുടെ അച്ഛൻ. നമ്മുടെ ഇടവക മക്കളുടെ കലാപരിപാടി കലാവിരുന്നുകളും അവരുടെ കലാ കഴിവുകളും നമ്മുടെ ഇടവക കുർബാനകളുടെ മാനുഷിക വിഭവം എത്രമാത്രം നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ സാധിക്കുമെന്ന തരത്തിലുള്ള ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ഒട്ടനവധി പ്രോഗ്രാമുകൾ നമ്മുടെ ഇടവകയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ ഇവാഞ്ചലിൽ 2025 എന്നതിൻ്റെ അച്ഛൻ്റെ ഒരു ആശയം തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ വന്ന സമയത്ത് തന്നെ ആദ്യമായിട്ട് കഴിഞ്ഞ വർഷം ആരംഭിച്ചു. നമ്മുടെ ഇടവകയിലെ കുഞ്ഞുമക്കൾക്കും യുവജനങ്ങൾക്കും ഇടവക കുടുംബാംഗങ്ങൾക്കുമെല്ലാം അവരുടേതായ കലാ കഴിവുകൾ സുവിശേഷ ആനന്ദം കലകളിലൂടെ അത് എങ്ങനെ നമുക്ക് ആസ്വദിക്കാം, എങ്ങനെ സുവിശേഷം പങ്കുവയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ആശയം അച്ഛനെ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇടവകയുടെ എല്ലാവരുടെയും എല്ലാ കുടുംബാംഗങ്ങളുടെയും കലാബോധ്യം വളർത്തിയെടുക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി അച്ഛൻ ശ്രദ്ധിച്ചു. മാത്രമല്ല നമ്മുടെ ഇടവകയുടെ എല്ലാവിധമായ പ്രവർത്തനങ്ങൾക്കും വളരെയധികം കർക്കശതയോടുകൂടി വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ ആധികാരികതയോടുകൂടി നല്ല രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളും സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് ഇടവകയുടെ കൗൺസിലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മൂലമുള്ള ഇടവകാരി എൻ്റെ പേരിലും ത്യാഗം 2025 ഇടവകളുടെ പേരിലുമായി നന്ദി. അടുത്തതായി നന്ദി അറിയിക്കേണ്ടത് നമ്മുടെ സഹകാരി അരുണച്ചനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇടവകാരിയോടൊപ്പം ചേർന്നതുകൊണ്ട് ഇടവകാരിയുടെ അസാന്നിധ്യത്തിൽ ഒട്ടും തന്നെ ഇടവകാരിയുടെ ചിട്ടകൾക്ക് ഒട്ടും കോട്ടപ്പെടാത്ത തരത്തിൽ എല്ലാ സമിതികളുടെയും എല്ലാ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രവർത്തനങ്ങളെ നോക്കിക്കാണുകയും നല്ല നേതൃത്വം നൽകുകയും കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഒപ്പമായിരുന്നുകൊണ്ട് നമ്മുടെ കുടുംബാംഗത്തെ പോലെ എല്ലാവരും സഹോദര സ്നേഹത്തോടു കൂടി ഒരു കുടുംബാംഗത്തെ പോലെ എല്ലാവരും അകമഴിഞ്ഞ് ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്തതിനുള്ള സ്നേഹമുള്ള സഹവികാരി അരുണച്ചനെ എൻ്റെ പേരിൽ ത്യാഗം 2025 പേരിലും ഇടവകളുടെ പേരിൽ കൃത്യമായി നന്ദി. അടുത്തതായി നന്ദി അറിയിക്കേണ്ടത് നമ്മുടെ സ്നേഹമുള്ള ഉപദേശി ശ്രീ ഗോപി അവർക്കാണ്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ അനാരോഗ്യ സമയത്തൊക്കെ നമ്മുടെ ഇടവക കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം നോക്കിക്കണ്ട് ഇടവക വികാരി അറിയിക്കേണ്ട കാര്യങ്ങൾ വികാരിയെ അറിയിച്ചുകൊണ്ട് ഇടവകയിൽ നിന്നുള്ള സേവനങ്ങൾ നമ്മുടെ ബിസിനസ് തലത്തിലായാലും നമ്മുടെ കുടുംബാംഗങ്ങളുടെ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിലായാലും ആ ദൈവികത ഒട്ടും തന്നെ ചോർന്നു പോകാതെ നമ്മളോടൊപ്പം നമ്മുടെ കുടുംബാംഗത്തെ പോലെ സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബഹുമാനമുള്ള വിദേശിയെ എൻ്റെ പേരിൽ ത്യാഗം 2025 പേരിൽ കൃത്യമായി നിർണ്ണയിക്കുന്നു. അടുത്തതായി നിർണ്ണയിക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ ശുശ്രൂഷ സമിതി സെക്രട്ടറി ശ്രീമതി ശശിയാണ്. നമുക്കറിയാം, വളരെ ആത്മാർത്ഥമായി ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്ത് കാര്യങ്ങൾക്കും മുൻനിരയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് കടമയാണ് അവർ. പക്ഷെ അവരുടെ ആശംസ പറഞ്ഞപ്പോൾ അവരുടെ സമിതിയിലെ അവരെ ഒരു ആദയം പോലെയാണെന്ന് പറഞ്ഞു. അത് അങ്ങനെയല്ല, അത് അങ്ങനെ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഒരു തെറ്റായ ഒരു ധാരണയാണ്. പക്ഷെ നിങ്ങൾക്ക് പൂർവാധീന ശക്തിയോടുകൂടി ആ സമിതിയെ നല്ല രീതിയിൽ നയിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങളുടെ ആരെയുടെ കഴിവ് ആരെയും അറിയില്ല എന്ന് പറയും പോലെയാണ്.
അപ്പോൾ ഈ സമിതിയുടെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് തന്നെ അവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഈ നല്ല മനസ്സിൽ ഉടമയായ സ്നേഹബഹുമാനമുള്ള ശ്രീമതി ശശിയെ എൻ്റെ പേരിൽ ത്യാഗം 2025 പേരിലുള്ള കൃത്യമായി അറിയിക്കും. അഭിപ്രായം അറിയിക്കുന്നത് നമ്മുടെ കുടുംബ പ്രേക്ഷക കമ്മീഷൻ ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും അവിടെ സാന്നിധ്യം കൊണ്ട് കുടുംബ പ്രേക്ഷക കമ്മീഷന്റെ കാര്യങ്ങൾ അവതരിപ്പിച്ച ശ്രീമതി നിർമ്മല അവർക്കാണ് നല്ല രീതിയിൽ കുടുംബ പ്രേക്ഷക കമ്മീഷന്റെ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി സഹകരിച്ചു വരുന്നവരെയും ഇവർക്കും ത്യാഗം 2025 കൃത്യമായി അറിയിക്കുന്നു. അതുപോലെ തന്നെ ആത്മായ ശുശ്രൂഷ സമിതിയുടെ പ്രതിനിധി നമ്മുടെ ശ്രീമതി ശ്രീജ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രത്യേകിച്ച് തുടങ്ങിയ പ്രവർത്തനങ്ങളിലെല്ലാം വളരെ ആത്മാർത്ഥമായി സഹകരിക്കുന്നു. നമ്മുടെ ഇടവകയുടെ പ്രവർത്തനങ്ങളിലെല്ലാം ഉത്തരവിലുള്ള പ്രവർത്തിക്കുവാൻ നല്ല മനസ്സും നല്ല താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ശ്രീമതി ശ്രീജിയെയും എൻ്റെ പേരിലും യുവാശിയും 2025 കേന്ദ്രത്തിൻ്റെ പേരിലും തന്നെ അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മാതാവിൻ്റെ വിശേഷപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളാണ് നമുക്ക് മനസ്സിലാക്കി തന്നതാണ് ശ്രീമതി അൽഫോൻസ. ഒരാദ്യമായാണ് ഇവിടെ ഈ വേദിയിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു വേദിയിൽ സംസാരിക്കുന്നത് എന്നുള്ള ഒരു ഭയപ്പാടുകളില്ലാതെ നല്ല രീതിയിൽ തന്നെ മാതാവിൻ്റെ 15 കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധം നമുക്ക് എല്ലാവർക്കും മാറും തന്നു. അപ്പോൾ ഈ കൂടുതലായിട്ട് നമ്മൾ എല്ലാവരും മാതാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഇത്തരത്തിൽ അവർ അവതരിപ്പിച്ച 15 വിഷയങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ ആധികാരികമായി ചിന്തിക്കുവാനും ആഴമായി ചിന്തിക്കുവാനും കുറച്ചുകൂടെ മാതാവിനോട് ചേർന്ന് വന്ന് പ്രാർത്ഥിക്കുവാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് അതിനോടെല്ലാം ആഹ്വാനം ചെയ്യുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ബഹുമാനമുള്ള ശ്രീമതി അൽഫോൻസ അവர்களுക്കും എൻ്റെ പേരിലും ത്യാഗം 2025 നമ്മുടെ 2025 ത്യാഗത്തിൻ്റെ പേരിൽ കൃത്യമായി നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വികസന പ്രസിഡന്റിയുടെയും സംഘടനകളുടെ പ്രതിനിധി ശ്രീ രാജു സാർ, നമുക്കറിയാം സാർ വളരെ കാലം നമ്മുടെ KMCയുടെ വിവിധ പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചിരുന്നു. ഇപ്പോൾ BCCയുടെ വിദ്യകളെക്കുറിച്ച് വളരെ വ്യക്തമായി പുള്ളി നന്നായിട്ട് അവിടെ അവതരിപ്പിച്ചു. നമുക്ക് നമ്മുടെ ഇടവകയുടെ ഒരു മുതൽക്കൂട്ടാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അവിടെ സേവനവും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും നമ്മുടെ ഇടവകൾക്കെല്ലാം വളരെ നല്ല രീതിയിൽ നാം പ്രയോജനപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം വളരെ നല്ല രീതിയിൽ ആശംസകൾ കൂടെ അവതരിപ്പിച്ചു. അദ്ദേഹത്തിന് എൻ്റെ പേരിൽ ത്യാഗം 2025 അറിയിക്കുന്നു. അടുത്തായിട്ട് നമ്മുടെ നല്ലൊരു ആശംസ അർപ്പിച്ച് ഈ സുവിശേഷ ആനന്ദം കലകളിലൂടെ എന്ന വെറും വാക്കിൽ അല്ലാതെ ബൈബിൾ ആഴമായി ബൈബിളിൽ ചിലര് നോക്കി ചിന്തിച്ച് അതിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളെല്ലാം നമുക്ക് വ്യക്തമായി ഒരു ചിത്രം പോലെ പഠിപ്പിച്ച് നമുക്ക് മനസ്സിലാക്കി തന്ന് നല്ല രീതിയിൽ തന്നെ ഈ ഇവാഞ്ചലിയത്തിന്റെ സുവിശേഷ ആനന്ദം കലകളിലൂടെ എന്ന വിഷയം നല്ല രീതിയിൽ തന്നെ നമുക്കെല്ലാം മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിച്ച ആശംസ അവതരിപ്പിച്ച സ്നേഹബഹുമാനമുള്ള ശ്രീ സുജിത് സാർ അദ്ദേഹത്തിന്റെ എൻ്റെ പേരിലും ത്യാഗം 2025 പേരിൽ കൃത്യമായി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കടന്നുകൊണ്ടിരിക്കുന്ന ഇടപാടുകൾ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടിയിരിക്കുന്ന BCC കുടുംബ യൂണിറ്റ് അംഗങ്ങൾ, കുഞ്ഞുമക്കൾ, അതുപോലെ തന്നെ മുതിർന്ന അമ്മമാർ, അമ്മമാർ, സുഹൃത്തുക്കൾ എല്ലാവരെയും ഇവിടെ കടന്നു എല്ലാവർക്കും ഈ ഇവാഞ്ചലിയം 2025 ത്യാഗത്തിന്റെ പേരിൽ കൃത്യമായി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.